ഓക്കെ, ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വയർ ഷാർക്കാണ്. ഓക്കെ, വയർ ഷാർക്ക്. ആൻഡ് വയർ ഷാർക്ക് എന്ന ടൂളിനേക്കാൾ ഉപരി ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ കഴിഞ്ഞ സെഷനിൽ തന്നെ പറഞ്ഞായിരുന്നു, യു കുഡ് ലേൺ ടൂൾസ്. ഓക്കെ, റൈറ്റ്. അർജുൻ അനഗ, യെസ്, വയർ ഷാർക്ക്. താങ്ക് യു ഗൈസ്. നിങ്ങൾ ചുമ്മാ പഠിക്കുന്നതിനേക്കാൾ ഉപരി ആ ടൂള് ഉപയോഗിച്ചത് എന്താണ് വരിക, അല്ലെങ്കിൽ അതിന്റെ ഔട്ട്കം എന്താണ്, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ നടക്കുന്നത് എന്താണെന്ന് വരുവാണെങ്കിൽ ആ ടൂൾസ് നിങ്ങൾക്ക് ഭയങ്കര നല്ലതായിരിക്കും. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു ഹാമർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, ആ ഒരു ഹാമർ ആദ്യമായിട്ട് കൈ കിട്ടുന്ന എങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഒരു ഒരു ബ്ലാക്ക് സ്മിത്തിന്റെ കയ്യിലോ അല്ലെങ്കിൽ ഒരു കാർപ്പന്ററിന്റെ കയ്യിലോ ഒരു ഹാമർ എടുക്കുകയാണെങ്കിൽ അല്ലെ, അവിടെയാണ് ഔട്ട്കം ഉണ്ടാകുക. അപ്പം നോളജ് ആണ്, അതായത് ട്രീറ്റ് ഓൾ ദീസ് തിങ്സ് ആസ് ടൂൾസ്. നിങ്ങൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഈ ടൂൾസിനെ കുറിച്ച് അറിയുന്നതിനേക്കാൾ ഉപരി ഇത് വെച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് ഉപകാരപ്പെടുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ നിങ്ങളിലേക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. റൈറ്റ്, ഓക്കെ, ലെറ്റ് മീ സ്റ്റാർട്ട് ദി പ്രസന്റേഷൻ. അതിനു മുമ്പ് തുടങ്ങുന്നതിന് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ അവിടെ പ്രോമിസ് തന്നായിരുന്നു, ബേസിക്കലി നെക്സ്റ്റ് ടൈം, അതായത് അടുത്ത സെഷൻ, അതായത് ഈ സെഷനിൽ നിങ്ങൾക്ക് നെറ്റ്വർക്കിങ്ങിലേക്ക് ഒരു ഡീപ്പർ ഡൈവ് തരാമെന്നുള്ളത്. എൻമാപ്പിൽ നമ്മൾ ചെറിയ ഐഡിയ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു വയർ ഷാർക്ക് പഠിക്കുമ്പോഴത്തേനും ഇറ്റ്സ് ഓൾ അബൌട്ട് നെറ്റ്വർക്ക്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് നമ്മുടെ ബിഹൈൻഡ് ദ സീൻസ് നമ്മൾ എന്താണ് നടക്കുക, അല്ലെങ്കിൽ HTTP ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു വൈഫൈയിലോട്ട് കണക്ഷൻ കൊടുക്കുമ്പോൾ ഇത് എങ്ങനെ കണക്ട് ആകുന്നത്, നമുക്ക് എങ്ങനെ ഒരു IP കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ എൻക്രിപ്ഷൻ HTTP വരുമ്പോഴത്തേനും ചിലർ പറയും ഓക്കെ HTTP കയറുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇൻസെക്യൂർ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ അത് ആക്സസ് ചെയ്താലുള്ള പ്രശ്നം എന്താ, HTTPS എങ്ങനെയാണ് വരുന്നത്, എൻക്രിപ്ഷൻ എങ്ങനെയാണ് വരുന്നത്, ചില കേട്ടിട്ടുണ്ട് പബ്ലിക് കീ, പ്രൈവറ്റ് കീ, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതിനെ പറ്റിയൊക്കെ ആൻസേഴ്സ് ആണ് തരാനായിട്ട് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുക. നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോഴത്തേനും ചെറിയ രീതിയിലൊരു മനസ്സിലെഴുതുന്നുണ്ട്, നെറ്റ്വർക്കിംഗ് വലിയൊരു കോൺസെപ്റ്റ് ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വലിയൊരു സംഭവമായിട്ട് തോന്നുന്നു, എനിക്ക് അവർക്ക് തോന്നാം. വലിയ സംഗതികളൊന്നുമില്ല. ആക്ച്വലി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലെ? കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതിപ്പോ വൈഫൈ വഴിയാവാം, ഇന്റർനെറ്റ് വഴിയാവാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് റേഡിയോ സിഗ്നൽസ് വഴിയാവാം. അപ്പൊ അതിന് സെഷനിൽ തന്നെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടെല്ലാം ക്ലാസിഫൈ ചെയ്തായിരുന്നു. അപ്പം ഈ നെറ്റ്വർക്ക് പുറപ്പെടുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പുറപ്പെടുന്ന ഒരു സാധനത്തിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വിളിക്കുക. ഐ മീൻ ഈ സ്ലൈഡ്സിൽ ഇല്ല, ജസ്റ്റ് നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കുക. മനസ്സിൽ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മൾ ഡിവൈസിൽ നിന്ന്, നമ്മുടെ ഫോണിൽ നിന്ന് ഒരു റിക്വസ്റ്റ് എവിടുവാണെങ്കിൽ നമ്മൾ അതിനെ എൻഡ് ഹോസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. END, എൻഡ് ഹോസ്റ്റ്. നമ്മുടെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ആ ഒരു ഡിവൈസസിനെ, ലൈക്ക് റൗട്ടേഴ്സിനെ, സ്വിച്ച്, ഈ ഒരു സാധനത്തിലെ ഇന്റർമീഡിയറ്റ് നോഡ്സ് എന്നതായിരിക്കും നമ്മൾ വിളിക്കുക. എൻഡ് ഹോസ്റ്റ്, ഇന്റർമീഡിയറ്റ് നോഡ്സ്, നത്തിങ് ക്രേസി. അപ്പോൾ ഈ ട്രാവൽ ചെയ്യുന്ന ഡേറ്റ, ഓക്കെ, ട്രാവൽ ചെയ്യുന്ന ഡേറ്റയ്ക്ക് ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഇതെടുക്കാം, ഒരു ഡ്രോയിങ് ബോർഡ് എടുക്കാം. ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് സർക്യൂട്ട് സ്വിച്ചിങ് and packet switching. Right. Okay, let me record that. Right. Okay, nice. Okay, circuit switching and packet switching, right? And it's nothing but നമ്മുടെ ഡേറ്റ ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുന്നതിന്റെ രണ്ട് രീതികളാണ്. അപ്പൊ സർക്യൂട്ട് സ്വിച്ചിങ് ആണ് ഇനിഷ്യലി ഉണ്ടായിരുന്നത്. ഇതെന്ന് പറഞ്ഞാല് ഇന്റർനെറ്റ് ഒക്കെ തുടങ്ങുന്ന കാലത്ത് അതൊക്കെ കൂടെ കണക്ഷൻ ഉണ്ടായെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റീസ് തമ്മിൽ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു കമ്പ്യൂട്ടർ ടു അനദർ കമ്പ്യൂട്ടർ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഏർപ്പാടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ബേസിക്കലി കോപ്പർ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് സർക്യൂട്ട്. അതായത് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സർക്യൂട്ട് ഉണ്ട് ഫോർ ഡേറ്റ ട്രാവൽ. ഓക്കെ, ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് ഒരു 10 GB per second ലൈക്ക്
വയറാണെങ്കിൽ ഉറപ്പായിട്ട് അത് കിട്ടും. റൈറ്റ്, കണക്ഷൻസ് എപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരിക്കും. റൈറ്റ്, പ്രത്യേകിച്ച് അധികം ഇനിഷ്യൽ ഡിലേയോ അങ്ങനത്തെ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ അങ്ങനെ എഴുതാൻ. പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ പാക്കറ്റ് സ്വിച്ചിങ് ആണ്. എന്തുകൊണ്ടാണ് പാക്കറ്റ് സ്വിച്ചിങ് റെഡിയായി വന്നത്? കാരണം സർക്യൂട്ട് സ്വിച്ചിങ് നമ്മുടെ കമ്പ്യൂട്ടർ, ഇപ്പം ഞാൻ ഫുൾ ടൈം 24 മണിക്കൂറും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ല. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി, അല്ലെങ്കിൽ ഞാൻ കമ്പ്യൂട്ടറിന് വേണ്ടി നമ്മൾ ലിറ്ററലി ഒരു കണക്ഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കുകയാണ്. ലൈക്ക് ആസ് ഇന്റർനെറ്റ് ഗ്രൂ, റൈറ്റ്, ആൾക്കാർ ഇന്റർനെറ്റ് ഉപയോഗിച്ച് തുടങ്ങി, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും അങ്ങനെ കണക്ഷൻസിന്റെ ഡിമാൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പോ ഒരൊറ്റ വേണ്ടിയിട്ട് ഇതൊക്കെ ഉപയോഗിക്കേണ്ട കാര്യം അല്ലെ, അതിന്റെ ഒരു ആവശ്യകത വലിയ പാടായിട്ട് വന്നു. നമ്മൾ ചിന്തിച്ചത് ഓക്കെ, നമുക്കൊരു പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡിലേക്ക് പോകാം. പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിറ്ററലി നമുക്ക് ഇങ്ങനത്തെ മീഡിയംസ് ഉണ്ട്, അതായത് കോപ്പർ വയർ അല്ലെ ഫൈബർ ഒപ്റ്റിക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് റാദർ സിംഗിൾ കമ്പ്യൂട്ടർ കോൺവെർസേഷന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യാണ്ട് ആ ഒരു ലൈൻ എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചിന്തിക്കുകയാണ്, ലൈക്ക് നമ്മുടെ കൺട്രി കൂടെ ഒരു റോഡുണ്ട്, ആൻഡ് സൈഡിൽ ഒരു ലൈൻ മാത്രം ഒരാൾക്ക് വേണ്ടി മാത്രം വെച്ചേക്കുവാണ്. ലൈക്ക് ആ ലൈനിൽ വേറെ ആർക്കും യാത്ര ചെയ്യാൻ പറ്റിയാൽ ഒരു പേഴ്സൺ എപ്പോ വന്നാലും അയാൾക്ക് വേണ്ടി യാത്ര ചെയ്യാം. അപ്പൊ എപ്പോഴും സർക്യൂട്ട് അവിടെ കിടക്കും. പക്ഷെ അതവിടെ വേസ്റ്റ് ആയിട്ട് പോകും. ആ ഒരു സർക്യൂട്ട്, ആ ഒരു ലൈൻ വെറുതെ വേസ്റ്റ് ആയിട്ട് പോകണം. വെൻ കംസ് പാക്കറ്റ് സ്വിച്ചിങ്, ബാക്കിയുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാം ഇൻ കേസ് ആൾക്കാർ വന്നില്ലെങ്കിൽ. അപ്പം അങ്ങനെയാണ് പാക്കറ്റ് സ്വിച്ചിങ്ങിനെ പറ്റി അവർ ചിന്തിച്ചു തുടങ്ങുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് അവർ റെഡിയാക്കുന്നു. സോ ബേസിക്കലി പാക്കറ്റ് സ്വിച്ചിങ് ആണ് ആഫ്റ്റർ എ വൈൽ ശരിയായി വന്നത്, ലൈക്ക് കിട്ടുന്നു. അപ്പോ ഈ ഒരു പാക്കറ്റ് സ്വിച്ചിങ്ങിന്റെ ഒരു പ്രത്യേകത കൂടെയുണ്ട്. സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ നമുക്കറിയാം എന്തൊക്കെയായാലും ഒരു ലൈക്ക് ഒരു ലൈൻ സിംഗിളി അവിടെ ഉള്ളത് തന്നെ പ്രത്യേകിച്ച് സ്റ്റോർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി മീറ്റ് ചെയ്യുന്നോ, വേറെ കണക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ലൈൻ എപ്പോഴും ഫ്രീ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വയർ, കോപ്പർ വയർ, ഫൈബർ ഒപ്റ്റിക് എപ്പോഴും ഫ്രീ ആയിരിക്കും. പക്ഷെ പാക്കറ്റ് സ്വിച്ചിങ്ങിന്റെ കേസിൽ അങ്ങനെയല്ല. കാരണം ആർക്ക് വേണേലും ഉപയോഗിക്കും. ഫ്രീ ആയിട്ട് നിൽക്കുന്നത്, ഇപ്പൊ ഞാൻ ഒരു കണക്ഷൻ വിട്ടു അല്ലെങ്കിൽ റിക്വസ്റ്റ് വിട്ടു, ഇപ്പൊ ഞാൻ ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫൈബറിൽ കൂടെ വേണമെങ്കിൽ വേറെ ആൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും അവിടെ ട്രാഫിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം അവിടെ വന്നൊരു കോൺസെപ്റ്റ് ആണ്, പാക്കറ്റ് സ്വിച്ചിങ്ങിൽ വന്നൊരു കോൺസെപ്റ്റ് ആണ് ലൈക്ക് സ്റ്റോർ ആൻഡ് ഫോർവേഡ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു കോൺസെപ്റ്റ്. അതായത് ഞാനൊരു ഡാറ്റ വിട്ട് കഴിയുമ്പോഴത്തേനും ആ ഒരു ലൈക്ക് ലെറ്റ്സ് ഞാൻ ഇവിടെ ഒരു റൂട്ടർ ഉണ്ട്, ഞാൻ ഇവിടെ ഒരു ഡാറ്റ വിട്ടു. ഡാറ്റ വിടുമ്പോഴത്തേക്കും ഭയങ്കര ട്രാഫിക്കാണ്. അതായത് ലൈക്ക് എന്നെ പോലെ തന്നെ വേറെ കുറെ കണക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഈ റൗട്ടറിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോഴത്തേനും എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു റൗട്ടറിനും ഒരു റാം, ഒരു ബഫർ കാണും. അപ്പം ആ ഒരു ബഫറിലേക്ക് എന്റെ റിക്വസ്റ്റിനെ സേവ് ചെയ്ത് വെക്കും. വെൻ ദ ടൈം കംസ്, ഈ ഒരു റിക്വസ്റ്റിനെ അദ്ദേഹം ആ ഒരു പാക്കറ്റ് സ്വിച്ചിങ് മെത്തേഡിലൂടെ ഈ ഒരു ലൈക്ക് ആ ഒരു മീഡിയത്തിലൂടെ, മേ ബി ഫൈബർ ഒപ്റ്റിക്സ് ആവാം, ഏതൊരു മീഡിയം ആണ്, അതുവഴി കടത്തിവിടും. റൈറ്റ്. അപ്പം ഇവിടെ വന്ന ചെറിയ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായി. ചെറിയ രീതിയിൽ ഒരു ഔട്ട് ഗോയിങ് ലിങ്ക് മിസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലേറ്റൻസി ഉണ്ടാകാം. പിന്നെ ഇപ്പം ഞാൻ ഇവിടെ വരെ വന്നത് ലൈക്ക് ഹൈപ്പോത്തറ്റിക്കലി ഞാൻ എന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് വിട്ട ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ വന്നത് ഫൈബർ ഒപ്റ്റിക് കേബിളിലൂടെ വന്നത് ഹൈ സ്പീഡിലാണ്. ഹൈ സ്പീഡ് വന്നിട്ട് ഈ റൗട്ടറിന്റെ അതിന്റെ കണക്ഷൻ പോകുന്ന അല്ലെ ഹൈ സ്പീഡിലോട്ട് കണക്ഷൻ പോകുന്നത് വെറും കോപ്പർ വയർ കൂടാന്ന് വെച്ചു. അങ്ങനെ ഈ റൗട്ടറിനെ അതിനനുസരിച്ച് ഈ വരുന്ന അത്ര സ്പീഡില് ഇതിന് കൊടുക്കാൻ പറ്റാതായി വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ലിങ്ക് സ്പീഡിൽ ഡിഫറൻസ് കാരണം പ്രശ്നം, അല്ലെങ്കിൽ ട്രാഫിക് കൺജൻഷൻ കാരണം ഡിഫറൻസ് വരും. അപ്പം അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ മാത്രമേ പ്രശ്നങ്ങളേ ഉള്ളൂ. ബട്ട് എന്നിരുന്നാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പാക്കറ്റ് സ്വിച്ചിങ് ആണ് ഇന്റർനെറ്റിൽ സ്വിച്ചിങ്. ഇനിയും പാക്കറ്റ് സ്വിച്ചിങ് എന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് വേറെ കോൺസെപ്റ്റ് ഉണ്ട്. അതായത് പാക്കറ്റ് സ്വിച്ചിങ്ങിന് തന്നെ ഉള്ള കോൺസെപ്റ്റ് ഉണ്ട്. ചെറിയ രീതിയിൽ ഒരു ഡൗട്ട് ഒക്കെ ഇപ്പം വരാം. അപ്പോൾ ഈ പാക്കറ്റ് സ്വിച്ചിങ് ചെയ്യുന്നതിന് തന്നെ ലൈക്ക് 2 ട്രാൻസ്മിഷൻ മോഡ് ഉണ്ട്. അതായത്
ഈ ഒരു പാക്കറ്റ് സ്വിച്ചിങ്ങിലൂടെ പോകുന്ന ആ ഒരു വയറിനകത്തൂടെ പോകുന്ന ഇത് രണ്ട് രീതിക്കാണ് പോകുന്നത്. അതായത് ഏത് ലൈൻ വേണേലും എടുക്കാം, ബട്ട് രണ്ട് രീതിക്കാണ് പോകുന്നത്. ഒന്ന് പറഞ്ഞാല് വിർച്വൽ സർക്യൂട്ട്സ് ആൻഡ് another one is datagram. ആക്ച്വലി വിർച്വൽ സർക്യൂട്ട്സ് ആൻഡ് ഡാറ്റാഗ്രാം എന്ന് വെച്ചാല് ഈ ഒരു പാക്കറ്റ് സ്വിച്ചിങ്ങിലൂടെ ഒരു ഡിഫറെന്റ് മോഡ്സ് ആണ്. ഡിഫറെന്റ് മോഡ്സ് എന്ന് പറഞ്ഞാല് ഒരു വിർച്വൽ സർക്യൂട്ട്, അതായത് ലെറ്റ്സ് സേ നിങ്ങൾ ഡിവൈസ് എ ആണ്. ഡിവൈസ് എയിന്ന് നടുക്കൊരു റൗട്ടർ ഉണ്ട്. നിങ്ങൾക്ക് എവിടെയോ നടക്കുന്ന ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അതിനിടയ്ക്ക് കുറെ ഡെസ്റ്റിനേഷൻ ഞാൻ വേറെ ഷേപ്പിലിടാം. അതിന്റെ ഇടയ്ക്ക് കുറെ റൗട്ടേഴ്സ് ഒക്കെ കിടപ്പുണ്ട്. ലെറ്റ്സ് സേ ഇത് റൗട്ടേഴ്സ് ആണ്. ഡയമണ്ട്സ് ആർ റൗട്ടേഴ്സ് എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ, എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിവൈസ്. ഓക്കെ റൗട്ടേഴ്സ് ഉണ്ടാക്കി. Here. ഓക്കെ, സോ പാക്കറ്റ് സ്വിച്ചിങ് ആണ്. പാക്കറ്റ് സ്വിച്ചിങ് ഒന്നുകൂടെ പറയാനാണെങ്കിൽ നമുക്ക് ഷെയർഡ് റിസോഴ്സ് ആണുള്ളത്. ലൈക്ക് ഒരു സെറ്റ്, ഒരു ലൈക്ക് ഫിക്സ്ഡ്, ലൈക്ക് ഒരു സിംഗിൾ കണക്ഷന് വേണ്ടിയോ ഡിവൈസിന് വേണ്ടിയോ മാറ്റി വെക്കുന്നില്ല. എവരിബഡി ക്യാൻ യൂസ് അങ്ങനത്തെ. ഇനിയും ഈ ഒരു പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറയുന്ന ആ ഒരു ലൈക്ക് ആ ഒരു മീഡിയത്തിന്റെ ലൈക്ക് ആ ഒരു മോഡലിന്റെ രണ്ട് ട്രാൻസ്മിഷൻ മോഡ്സ് ആണ്. അതായത് അതെങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അതായത് ഓക്കെ, മനസ്സിലായി, ഇപ്പം എല്ലാവർക്കും ഷെയർ ചെയ്യാന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ബട്ട് അതെങ്ങനെ നമ്മൾ ഷെയർ ചെയ്യും, അല്ലെ അതെങ്ങനെ ഞാൻ എന്റെ ഡെസ്റ്റിനേഷനിലേക്ക് എന്റെ ഈ ഷെയർഡ് റിസോഴ്സസ് എല്ലാം ഉപയോഗിച്ച് ഞാൻ എങ്ങനെ ഷെയർ ചെയ്യും. അപ്പൊ അങ്ങനെ വന്ന രണ്ട് മോഡ്സ് ആണ് വിർച്വൽ സർക്യൂട്ട്സ് ആൻഡ് ഡാറ്റാഗ്രാം എന്നുള്ളത്. അപ്പൊ ഈ വിർച്വൽ സർക്യൂട്ട് സിംപ്ലി മീൻസ് നമ്മളിപ്പം ലെറ്റ്സ് സേ എനിക്ക് ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എന്റെ പാക്കറ്റ് വിടണം. ഇതൊരു സെർവർ ആക്സസ് ചെയ്യണം. ആക്സസ് ചെയ്യുമ്പോഴത്തേനും ഞാൻ ഓൾറെഡി ഞാൻ ഡിവൈസ് ആൻഡ് റൗട്ടറിന് കൊടുക്കുമ്പോഴത്തേനും ഈ റൗട്ടറിൽ പാത്ത് പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഫിക്സ് ചെയ്യും, ലൈക്ക് പ്രീ ഡിഫൈൻ ചെയ്യും. അതായത് ഓക്കെ, ഡിവൈസ് ഇങ്ങോട്ട് വന്നു, റൗട്ടർ എയിൽ നിന്ന് ടു ബി സി, പിന്നെ ലൈക്ക് ഡെസ്റ്റിനേഷൻ, കംപ്ലീറ്റ്ലി ഇഗ്നോറിംഗ് ലെറ്റ്സ് സേ എച്ച്. ഇത് ഇഗ്നോർ ചെയ്തോണ്ട് ബാക്കി ഈ ഒരു പാത്ത് ഞാൻ പാക്കറ്റ്സ് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫിക്സ് ചെയ്യും. അതായത് ഈ ഒരു പാത്തിൽ കൂടെ ആയിരിക്കും എന്തൊക്കെയാണ് എന്റെ പാക്കറ്റുകൾ എല്ലാം പോവുക. എല്ലാം പോകുന്ന ഈ ഒരു പാത്തിൽ കൂടെ തന്നെ ആയിരിക്കും. അങ്ങനെയാണ് വിർച്വൽ സർക്യൂട്ട്സിന്റെ. ഇനി ഡേറ്റാഗ്രാം എന്ന് പറയാം. ഡേറ്റാഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ പാക്കറ്റ്സ് സിംപ്ലി മീൻസ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യമാണ്. ഡേറ്റ നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു HTTP റിക്വസ്റ്റ് കൊടുക്കുവാണ്, അല്ലെ ഞാൻ ഒരു മെസ്സേജ് അയക്കുകയാണ്. ഇപ്പൊ ഹലോ വേൾഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ്, ഹലോ ഹായ് എന്ന് അയക്കുമ്പോഴത്തേനും അതിന്റെ HELLO എന്ന് പറയുന്ന ഈ ലൈക്ക് അതിന് ചങ്ക്സ് ആയിട്ട് അല്ലെ ഡിഫറെന്റ് പാക്കറ്റ്സ് ആയിട്ടാണ് മുറിച്ചാണ് എന്തൊക്കെയാണ് നെറ്റ്വർക്കിൽ കൂടെ പാസ് ആവുന്നത് കേട്ടോ. അത് നിങ്ങൾ മനസ്സിൽ ഓർത്ത് നോക്കാം. അങ്ങനെ വരുമ്പം അങ്ങനെ മുറിച്ചു പോകുന്ന പാക്കറ്റ്സുകളെല്ലാം എന്തൊക്കെയാണ് ABCD ടു ഡെസ്റ്റിനേഷനിലായിരിക്കും വിർച്വൽ സർക്യൂട്ട്സ് പാസ് ആവുന്നത്. ഡേറ്റാഗ്രാമിന്റെ കാര്യം വരുമ്പോഴത്തേനും ഈ മുറിച്ചു പോയപ്പെട്ട ഈ പാക്കറ്റുകളെല്ലാം ഇൻഡിപെൻഡന്റ് പാത്തുകളായിരിക്കും എടുക്കുക. ഓരോ പാക്കറ്റും ഇൻഡിപെൻഡന്റ് പാത്ത്സ് എടുക്കും. സോ ലെറ്റ്സ് സേ എന്റെ H എന്ന് പറയുന്ന ലെറ്റർ ABCD, ഓക്കെ ഫൈൻ, ഐ മീൻ ലൈക്ക് ഡെസ്റ്റിനേഷനിലേക്ക് എത്തും. മീൻവൈൽ എന്റെ E എന്ന് പറയുന്ന പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ABHD എന്ന് പറയുന്നത് എടുക്കും. റൈറ്റ്, അപ്പൊ നമ്മൾ പറയുന്നത് ഡേറ്റാഗ്രാം വരുമ്പോഴത്തേന് രണ്ടാം ഓക്കെ പാക്കറ്റ്സ് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് സെൻഡ് ചെയ്യുക. മേ ബി ലെറ്റ്സ് സേ ഞാൻ ലെറ്റ്സ് സേ F or something. വിർച്വൽ സർക്യൂട്ട് കൊണ്ട് കുഴപ്പമുണ്ട്. ഞാനിപ്പോ ലൈക്ക് ഒരു റൗട്ടറിൽ നിന്ന് ഒരു പാത്ത് ഡിഫൈൻ ചെയ്തു, ലെറ്റ്സ് ABC പിന്നെ ഡെസ്റ്റിനേഷനിലേക്ക്. ഇമാജിൻ ഞാൻ അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ പാക്കറ്റ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. H പോയി, L പോയി, HE പോയി കറക്റ്റായിട്ട് ചെയ്യുന്നു, L പോയി കറക്റ്റായിട്ട് ചെയ്യുന്നു. ഓ സെൻഡ് ചെയ്ത് AB ആയപ്പോഴത്തേക്കും സീഡ് അവിടുത്തെ എന്തോ ഇടി കിട്ടിയോ അല്ലെങ്കിൽ സംഭവിച്ച് ആ റൗട്ടറും കത്തിപ്പോയി. റൈറ്റ്,
പക്ഷെ ഞാൻ നേരത്തെ പ്രീഡിഫൈൻ ആയിട്ട് ചെയ്തു വെച്ചിരുന്ന പാത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് ABC എന്നായിരുന്നു. സി പിന്നെ ഡെസ്റ്റിനേഷൻ എന്നായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ സി പോയപ്പോഴത്തേനും എന്റെ ഹോൾ പാത്ത് നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ വരുമ്പോഴത്തേനും മുന്നോട്ട് ഡേറ്റ പാക്കറ്റ്സ് ട്രാൻസ്മിറ്റ് ആവാതെ ഫുൾ ആ ഒരു ഹോൾ സെഷൻ അങ്ങ് പോയി. ഫുൾ സാധനം കറക്റ്റ് ആയി പോയി. ഡേറ്റാഗ്രാം ഈസ് ABH ലൈക്ക് ഇതെല്ലാം ലൈക്ക് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ലൈക്ക് പാക്കറ്റ്സ് എല്ലാം പല വഴിക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം ഇവിടെ ട്രാഫിക് ഉണ്ടാവുന്നില്ല. ലെറ്റ്സ് ABCD എന്ന് പറഞ്ഞുള്ള പാത്താണ് ഞാൻ സെലക്ട് ചെയ്തത്. റൈറ്റ്, ആ ABC എന്ന് പറഞ്ഞ പാത്ത് തന്നെ ലൈക്ക് എന്റെ ലൈക്ക് ലോക്കൽ നെറ്റ്വർക്കിലുള്ള വേറെ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് അപ്പം വീണ്ടും ട്രാഫിക് അവിടെ ഉണ്ടായിരുന്നു. റൈറ്റ്, അപ്പം അവിടെ ഒരു കൺജഷൻ വന്നു. അങ്ങനെയും വരാം. പക്ഷെ ഈ ഡേറ്റാഗ്രാം നോക്കുവാണെങ്കിൽ പാക്കറ്റ്സ് എല്ലാം പല വഴിക്ക് പോകുന്നതുകൊണ്ട് എന്തെങ്കിലും കൺജഷനോ ട്രാഫിക്കോ ഉണ്ടെങ്കിൽ ഇത് ചിലപ്പം ലൈക്ക് ഒന്നുകൂടെ സെൻഡ് ചെയ്യാൻ പറയാം ആ ഒരു പാക്കറ്റ്സ് ലൈക്ക് ഡേറ്റ എന്നുള്ള. അപ്പൊ വീണ്ടും അതിന് ഇത് കൊടുത്ത് വേറൊരു ലൈക്ക് ഇതിൽ റൗട്ടറിലൂടെ ഹോപ്പ് ചെയ്ത് ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നു. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്റർനെറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്. വി യൂസ് ഡേറ്റാഗ്രാം. സർക്യൂട്ട് സ്വിച്ചിങ്, പാക്കറ്റ് സ്വിച്ചിങ് ഉണ്ടായിരുന്നു. നമ്മൾ സർക്യൂട്ട് സ്വിച്ചിങ് ഡ്രോപ്പ് ചെയ്തു, നമ്മൾ പാക്കറ്റ് സ്വിച്ചിങ്ങിലേക്ക് വന്നു. പാക്കറ്റ് സ്വിച്ചിങ്ങിന് 2 മോഡ്സ് ഉണ്ട്. ലൈക്ക് നെറ്റ്വർക്കിൽ ലൈക്ക് ട്രാൻസ്മിഷൻ നടക്കുന്ന വിർച്വൽ ആൻഡ് ഡാറ്റാഗ്രാം. അതിൽ ഡാറ്റാഗ്രാം ആണ് നമ്മൾ എടുത്തത്. ഓക്കെ, പ്രിറ്റി മച്ച് അത്രയുമാണ് ഇവിടെ ഇങ്ങനെ നടക്കുക. ആൻഡ് ദ തിങ് ഈസ് ഇവിടെ ഈ പാക്കറ്റ് സ്വിച്ചിങ്ങിൽ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ട്രാഫിക് ഒക്കെ ഒരുപാട് വരുവാണെങ്കിൽ റൗട്ടർ ലൈക്ക് സേവ് ചെയ്ത് വെക്കുമെന്ന്. റൗട്ടർ നമ്മുടെ പാക്കറ്റ് സേവ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ട്രാഫിക് കുറഞ്ഞു കഴിയുമ്പോഴത്തേനും കുറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇത് സെൻഡ് ചെയ്യുന്നു, ലൈക്ക് പാക്കറ്റ് സെൻഡ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ അപ്പം ഇത് റൗട്ടറിന്റെ എവിടെ സേവ് ചെയ്ത് വെക്കുന്നത്? ബഫർ എന്ന് പറയുന്ന സാധനം. റൗട്ടറിന്റെ ബഫറില്ല സേവ് ചെയ്യാന്ന് പറയുന്നത്, റൗട്ടറിന്റെ ബഫറില്ല. ഒരു ചെറിയ രീതിയിൽ നിങ്ങൾ ഈ എയർടെലിന്റെ ഒക്കെ പണ്ടത്തെ ലൈക്ക് എന്താ പറയുന്നത് ആഡൊക്കെ കണ്ടിട്ടുള്ളത് ബഫറിംഗ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇതിനെയാണ് നമ്മൾ ബഫറിംഗ് എന്ന് പറയുക. കാരണം സിൻസ് ഈ ഭയങ്കര ട്രാഫിക്കും കാര്യം ആയതുകൊണ്ട് നമ്മുടെ ഹോൾ ഡേറ്റ ഒരു ബഫറിൽ, അതായത് റൗട്ടറിന്റെ ബഫറിൽ കയറി സേവ് ആയിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അത് സമയം കിട്ടുമ്പോൾ നമുക്ക് അയക്കും. അപ്പൊ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും, ലോഡിംഗ് സ്ക്രീൻ ആയി വരും. അപ്പൊ നമ്മൾ പറയും ബഫറിംഗ് ആണ്. ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ട് നമ്മൾ ബഫറിംഗ് ആണ് അല്ലെങ്കിൽ ഇതാണെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? റൗട്ടറിന്റെ ബഫറിലേക്ക് നമ്മൾ ഡേറ്റ പാക്കറ്റ്സ് എല്ലാം സേവ് ആയി കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ബഫറിംഗ് അല്ലെ ബഫർ ആണെന്ന് നമ്മളിങ്ങനെ ടെക്നിക്കൽ ടേം ആയിട്ട് പറയാം. ഇനി ഇതാണ് അതിന്റെ ഒരു ഹോൾ ലൈക്ക് എന്നാ പറയാ ബാക്കിൽ ലൈക്ക് ഫ്രം സ്ക്രാച്ച് ഏറ്റവും ഡീപ്പ് ഡൗൺ നിങ്ങൾക്ക് ഇതൊക്കെ ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക. നമുക്കത് പതിയെ ലൈക്ക് വയർ സർക്കിളിലേക്ക് കിടക്കാം, ലൈക്ക് നെറ്റ്വർക്കിങ്ങിലേക്ക് കിടക്കാം. നെറ്റ്വർക്കിംഗ് വരുമ്പോൾ നമുക്ക് ഒരു ഐഡിയ ഉണ്ട്. ഇത് ലൈക്ക് ബാക്കിയുള്ള ഈ ഫോറിൻ അല്ലെ നിങ്ങൾ ഓരോ കോഴ്സ് ഒക്കെ പഠിക്കുമ്പോഴത്തേനും പ്ലീസ് ഡോൺ ത്രോ ന്യൂ സ്പിനാച്ച് പിസ്സ എന്നാണ്. ഞാൻ ഇച്ചിരി മലയാളീകരിച്ച് പ്ലീസ് ഡോൺ ത്രോ ന്യൂ സ്വീറ്റ് പച്ചടി എന്നാണ് നിങ്ങളുടെ മനസ്സിൽ തട്ടാൻ വേണ്ടിയിട്ടുള്ള. അപ്പം ഈ ഓരോ ഇതൊരു ആക്രണിമാണ് ലൈക്ക് PDTNSPA ലൈക്ക് ഇതൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയാണ്. റൈറ്റ്, അപ്പൊ ഇതിനെയാണ് നിങ്ങൾ OSI മോഡൽ എന്ന് പറയുന്നത്. OSI മോഡൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? OSI മോഡൽ നെറ്റ്വർക്കിംഗിൽ OSI മോഡൽ കേട്ടിട്ടുണ്ടോ? ഓക്കെ, കേട്ടോ. യെസ്, ഓക്കെ, ഇതാണ് OSI മോഡൽ കേട്ടോ. ഇതിനൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്, അത് ഞാൻ കുറച്ച് സ്ലൈഡിലേക്ക് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ പറയാം. ഓക്കെ, ഡേറ്റ ലിങ്ക് ലെയർ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നെറ്റ്വർക്ക് ഞാൻ ആഡ് ചെയ്തേക്കാം. ലെയർ എന്ന് പറയുന്ന ലെയറും കൂടെ ഉണ്ട്. ഓക്കെ, മൈ ബാഡ്. ഓക്കെ, നെറ്റ്വർക്ക് ലെയറും കൂടെ ഉണ്ട്. അപ്പം ഇതെന്താന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾ അതിനെ പറഞ്ഞത് തന്നെ, അതായത് നമ്മൾ ഇന്റർനെറ്റ് ഒരു പാക്കറ്റ് സെൻഡ് ആവുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇന്റർനെറ്റിൽ കൂടെ വേറൊരു കമ്പ്യൂട്ടറുമായിട്ട് സംസാരിക്കുമ്പോഴത്തേനും ഈ ഒരു പാറ്റേൺ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കാം അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തന്നെ വേണമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും വേണം. കാരണം നമ്മൾ ഇന്ത്യയിൽ ഞാൻ നിങ്ങളോട് ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല, ഇന്ത്യയിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമ്മളിപ്പോ എല്ലാവരും തോന്നിയ പോലെ ഞാൻ റൈറ്റ് സൈഡിലെ വണ്ടി ഓടിക്കുന്നു എന്ന് പറഞ്ഞാൽ അപകടം ഉണ്ടാവും അല്ലെ? ഇപ്പൊ ലോകത്തിലുള്ള എല്ലാവരും ഇന്റർനെറ്റിലൂടെ പല രീതിയിൽ സംസാരിക്കുമ്പോഴത്തേക്കും ലൈക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടപ്പാകില്ല. അപ്പോ ലോകത്തിലുള്ള എല്ലാവരും തന്നെ ലൈക്ക് നിശ്ചയിച്ചു അല്ലെ, ലോകത്തിലുള്ള ലൈക്ക് നെറ്റ്വർക്കിങ്ങിന്റെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മാനേജ് ചെയ്യുന്ന ആൾക്കാരെല്ലാം കൂടെ ചേർന്നിരുന്ന് തീരുമാനിച്ചതാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇന്റർനെറ്റ് വഴി നടക്കുമ്പോഴത്തേനും ഈ ഒരു ലൈക്ക് ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റാൻഡേർഡ് ആയിരിക്കും അവർ ഫോളോ ചെയ്യാന്നുള്ളത്. അത് ഒരു ഫിസിക്കൽ ലെയർ കാണും നെറ്റ്വർക്കിന്, ഡേറ്റ ലിങ്ക് ലെയർ കാണും, നെറ്റ്വർക്കിംഗ് ലെയർ കാണും, ട്രാൻസ്പോർട്ട് കാണും, സെഷൻ കാണും, പ്രസന്റേഷൻ, പിന്നെ ആപ്ലിക്കേഷൻ ലെയർ. ഇവിടൊക്കെ ഓരോ ലെയറിലും നമ്മുടെ ഡേറ്റയ്ക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഡേറ്റ ലൈക്ക്
ട്രാൻസ്മിറ്റ് ആവുന്നില്ല, ട്രാഫിക്കിലൂടെ കടന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ. അപ്പൊ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ലെയർ ആണ്. ഫിസിക്കൽ ലെയർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അത് ഒബീസ് ആണ്. ലൈക്ക് ഒബീസ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഫിസിക്കൽ ലെയർ നമ്മുടെ ഈതർനെറ്റ് അല്ലെ, നമ്മുടെ റേഡിയോ ഫ്രീക്വൻസി അല്ലെ, നമ്മുടെ വൈഫൈയുടെ ആ ഒരു ലൈക്ക് സിഗ്നൽസ്, ലൈക്ക് റേഡിയോ സിഗ്നൽസ്, ലൈക്ക് ഈതർനെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റ ട്രാവൽ ചെയ്യുന്ന ആ ഒരു ലിറ്ററൽ ഫിസിക്കൽ മീഡിയത്തിനെയാണ് നമ്മൾ ഫിസിക്കൽ ലെയർ എന്ന് പറയുന്നത്. അതായത് കോപ്പർ വയർ ആകാം, ഫൈബർ ഒപ്റ്റിക്സ് ആകാം, റേഡിയോ സിഗ്നൽ 5 GHz 2.4 GHz ഫ്രീക്വൻസി ആ ഒരു റേഡിയോ സിഗ്നൽ ആവാം. അതിനാണ് ഫിസിക്കൽ ലെയർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അധികം ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല, കാരണം മനസ്സിലാവല്ലോ. ഈ ഒരു ലെയർ കൂടാണ് നമ്മൾ ഡേറ്റ സെൻഡ് ആവുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് ലെയർ ആണ് ഡേറ്റ ലിങ്ക് ലെയർ. ഇവിടെ ചെറിയൊരു കാര്യം കഴിഞ്ഞ സെഷനിൽ നിന്ന് എനിക്കൊരു മിസ്റ്റേക്ക് പറയാനുണ്ട്. തിങ് ഈസ് ഡേറ്റ ലിങ്ക് ലെയർ ആണ് ലൈക്ക് ഡേറ്റയെ ലിങ്ക് ഇൻ ദ സെൻസ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഡേറ്റയെ നമ്മുടെ റൂട്ടറിൽ കടത്തി വിടാനും അല്ലെങ്കിൽ എന്താണ് പറയുക, ഓക്കെ ഈ ഒരു ഡേറ്റ ഇന്നൊരു ഡിവൈസിലേക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഇന്നൊരു കമ്മ്യൂണിക്കേഷൻ മെത്തഡോളജി ഉപയോഗിച്ചാണ് ഇത് ട്രാവൽ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരു ലെയർ ആണ് ഡേറ്റ ലിങ്ക് ലെയർ. ഇറ്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഹോൾ ലൈക്ക് ഇന്റർനെറ്റും അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ലെയർ എന്ന് പറയാം. ഈ ലെയർ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് സംഗതികളൊന്നുമില്ല. ഈ ഓരോ ലെയറിലും അല്ലെങ്കിൽ ഓരോ പ്രോസസ്സുകളാണ് ഇത് നടക്കുന്നത്. അതായത് ഓക്കെ, ഫിസിക്കൽ ലെയറിൽ നിന്ന് അഡ്രസ് വന്നിട്ട് അഡ്രസ് പോട്ടെ, ഡേറ്റ വന്ന് ലൈക്ക് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യണം. ഇന്ന ഒരു മാക് അഡ്രസ്സിലേക്കാണ് പോകേണ്ടത്, മാക് അഡ്രസ് ഞാൻ പറഞ്ഞുതരാം, ഇന്നൊരു ഡിവൈസിലേക്കാണ് പോകേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു പോകുന്നില്ല, പോകുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള മെത്തേഡും കാര്യങ്ങളൊക്കെ പറയുന്നത്. അവിടെ വരുന്നതാണ് ഈ വൈഫൈ ഒക്കെ. വൈഫൈക്ക് നമ്മൾ IEEE സ്റ്റാൻഡേർഡ്, IEEE എന്ന് പറയുന്നത് ലൈക്ക് ലോകത്തിലെ ഇന്റർനെറ്റ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്ന ആൾക്കാരാണ്. ലൈക്ക് നമ്മുടെ ഇതുപോലെ തന്നെ ലൈക്ക് IEEE എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ലൈക്ക് കുറച്ചേറെ മെമ്പേഴ്സ് ആയിരിക്കും IEEE കമ്പനിയിലൊക്കെ. അപ്പം അവര് ഡിഫൈൻ ചെയ്ത സ്റ്റാൻഡേർഡ്സ് ഒക്കെയാണ്. ഇപ്പം IEEE സ്റ്റാൻഡേർഡ് 802.11 സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ വൈഫൈ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ ഡേറ്റ ലിങ്ക് ലെയറിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ മാക് അഡ്രസ്. അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ മാക് അഡ്രസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു IP ഉണ്ട്. ഓക്കെ, IP എന്ന് പറഞ്ഞാൽ എപ്പോഴും ചേഞ്ച് ആവുമല്ലോ അല്ലെ. ഞാൻ എന്ന് പറഞ്ഞു ഒരു ലോക്കൽ ഏരിയയിൽ, അതിന് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ ഒരു റൗട്ടറാണ് എല്ലാ ഡിവൈസിനും എന്ത് കൊടുക്കുന്നത്, IP അഡ്രസ് കൊടുക്കുന്നത്, ലോക്കൽ IP അഡ്രസ് കൊടുക്കുന്നത് റൗട്ടറാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ നിങ്ങൾക്കൊരു കാര്യം വെച്ചാൽ ഇപ്പൊ ഞാൻ റൗട്ടർ ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസ് വൈഫൈന്ന് ലൈക്ക് ഡിസ്കണക്ട് ചെയ്തിട്ട് ഓൺ ആക്കുവാണെങ്കിൽ വീണ്ടും കണക്ട് ആകുമ്പോൾ നിങ്ങളുടെ IP കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. കംപ്ലീറ്റ്ലി നിങ്ങൾ മുമ്പത്തെ IP കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേന് എങ്ങനെയാണ് ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള IP-യിൽ നിന്ന് നിങ്ങൾക്ക് ലൈക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുക, അല്ലെങ്കിൽ എങ്ങനെയാണ് റൗട്ടറിന് അറിയാൻ പറ്റുന്നത് ഇന്ന ഒരു IP ഇന്ന ഒരു ഡിവൈസ് ആണെന്നുള്ളത്? അവിടെയാണ് മാക് അഡ്രസ്സിംഗിന് പോകാം. ദി തിങ് ഈസ് വെനെവർ ഒരു റൗട്ടർ ഒരു IP ഇഷ്യൂ ചെയ്യുമ്പോഴത്തേനും DHCP സെർവർ വഴി നമ്മൾ താഴേക്കൊക്കെ വരുന്നുണ്ട്. ഞാനത് നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. വേറെ സാർക്ക് നമുക്ക് അതിനൊരു ഡെമോ കാണുകയും ചെയ്യാം കേട്ടോ, നോ ഇഷ്യൂസ്. അങ്ങനെ IP-യും നമ്മളിപ്പം റൗട്ടർ ഒരു ഡിവൈസിൽ ഒരു IP സെറ്റ് ചെയ്ത് കൊടുത്തു, അതിനൊപ്പം തന്നെ ഒരു മാക് അഡ്രസ്സും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തു. റൗട്ടർ മാക് അഡ്രസ് സെറ്റ് ചെയ്ത് കൊടുത്തു. ഈ മാക് അഡ്രസ് എന്ന് പറയുന്നത് ആ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ഡിവൈസ് വരുന്ന ആ ഒരു ഫാക്ടറി ഇൻബിൽട്ട് ആണ്. നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല മാക് അഡ്രസ്. മനസ്സിലായത്? മാക് അഡ്രസ് ആണ് നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത്. ഞാൻ കഴിഞ്ഞ ഒരു സെഷനിൽ പറഞ്ഞായിരുന്നു ലൈക്ക് റൗട്ടറിന്റെ പബ്ലിക് IP-യും അങ്ങനെയൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് ഫാക്ടറി ഡിഫോൾട്ട് ആണ്. അതാണ് ഫാക്ടറി ഡിഫോൾട്ട് ആയിട്ട് വരുന്നത്. അത് ഞാൻ ചെറിയ രീതിയിൽ മാക് അഡ്രസ്സുമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് പറഞ്ഞ കേട്ടോ. അത് ആക്ച്വലി അങ്ങനെയല്ല. നമ്മുടെ റൗട്ടറിന്റെ പബ്ലിക് IP വരുന്നതെന്ന് പറഞ്ഞാൽ അത് ISP, അതായത് ഇപ്പൊ നമ്മള് ഇപ്പൊ കേരള വിഷനുമായിട്ടാണ് നിങ്ങളുടെ റൗട്ടർ കണക്ടർ ആണെങ്കിൽ കേരള വിഷനാണ് നിങ്ങളുടെ റൗട്ടറിന് ഒരു പബ്ലിക് IP കൊടുക്കുന്നത് കേട്ടോ. അത് ഫാക്ടറി ഡിഫോൾട്ട് ആയിട്ട് വരുന്നതല്ല. പക്ഷെ റൗട്ടറിന് ഒരു മാക് അഡ്രസ് ഉണ്ട്. ആ മാക് അഡ്രസ് ലൈക്ക് ഫാക്ടറി ഡിഫോൾട്ട് ആയിട്ട് വരുന്നതാണ്. അതിന്റെ ഒരു ലൈക്ക് ഹോൾ എന്താണ് പറയുന്നത് സ്കെൽട്ടൻ എന്ന് പറഞ്ഞ ഇതാണ്. ആദ്യത്തെ എന്ന് പറഞ്ഞ വെണ്ടർ UI. വെണ്ടർ OUI ആണ് ലൈക്ക് ആ ഒരു കമ്പനിയുടേതായിട്ടുള്ള ലൈക്ക് ആ ഒരു മാക് അഡ്രസിന്റെ ലൈക്ക് നമ്പർ ആൻഡ് ആ ഒരു മാനുഫാക്ചർ അസൈൻ ഏരിയ ആണ് ഈ അതിനുശേഷം വരുന്ന ഒരു സാധനം. ഇത് രണ്ടും എപ്പോഴും യുണീക്ക് ആയിരിക്കും. കാരണം ഓരോ ഡിവൈസിനും അല്ലെ ഓരോ
ഇതുണ്ടാക്കിയിട്ട് TP ലിങ്ക് അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ഓരോ റൗട്ടർ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് ആൾക്കാരും ഇതെല്ലാം സേവ് ചെയ്തു. ഇത് ഗ്ലോബലി ഒരു 2 ഡിവൈസുകൾ നമ്മൾ ഒരേ MAC അഡ്രസ് വരാതെ യൂണിക് ആയിട്ട് വെക്കാനായിട്ട് ഇവരിതെല്ലാം സേവ് ചെയ്ത് വെക്കുകയും ഇവരിത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുമുണ്ട് കേട്ടോ. MAC അഡ്രസ് എല്ലായിടത്തും യൂണിക് ആയിരിക്കും. അപ്പം അതാണ് ഡേറ്റ ലിങ്ക് ലെയറിനെ പറ്റി പറയുന്നത്. അപ്പൊ ഈ ഡേറ്റ ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെ അടുത്തയിലേക്ക് വരുന്നതാണ് നെറ്റ്വർക്കിംഗ് ലെയർ എന്ന് പറയും. ഇവിടാണ് നമ്മളെ IP വരിക, IP അഡ്രസ്സിങ്, പിന്നെ ICMP, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ICMP, പിന്നെ VPNസിന്റെ പ്രോട്ടോകോൾസ്, റൈറ്റ്. പിന്നെ ഏറ്റവും നമ്മൾ ഏറ്റവും ബെസ്റ്റ് പാത്ത് ഏതാണ്, ഈ ഒരു റൗട്ടർ ഇങ്ങനെ ഒരു കുറെ റൗട്ടേഴ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പാത്ത് ഏതിലൂടെ ട്രാവൽ ചെയ്താലാണ് നമുക്ക് അപ്പുറത്ത് ചില ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുക എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്നതാണ് നെറ്റ്വർക്കിംഗ് ലെയർ. ഞാൻ ഇത് സ്പീഡ് പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് ഈ ഒരു OSI മോഡലിന്. അതുകൊണ്ടാണ് OSI മോഡലിന് ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഇതാണ് IP. നിങ്ങൾക്ക് അറിയാമല്ലോ, IP യെ പറ്റി നമ്മൾ കഴിഞ്ഞ സെഷനിൽ തന്നെ ഒരു ചെറിയ ഡിസ്കസ് ചെയ്തായിരുന്നു. അടുത്ത വരുന്നതാണ് ട്രാൻസ്പോർട്ട് ലെയർ. ഓക്കെ, ട്രാൻസ്പോർട്ട് ലെയർ ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ട്രാൻസ്പോർട്ട് ലെയർ നമുക്ക് വയർഷാർക്ക് ചെറിയ രീതിയിൽ എടുക്കാം. അതിന് മുമ്പായിട്ട് ഈ TCP എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡ് ഉണ്ട്, അല്ലെ ഒരു ട്രാൻസ്മിഷൻ മെത്തേഡ് ഉണ്ട്. UDP എന്ന് പറയുന്നത് ഒരു ട്രാൻസ്മിഷൻ പ്രോട്ടോകോൾ ആണ്. രണ്ട് പ്രോട്ടോകോളാണ്. അപ്പൊ TCP ഞാൻ കഴിഞ്ഞ തവണ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ഇതാണ് ഒരു പാക്കറ്റ് അപ്പുറത്ത് ചെന്നോ എന്നൊക്കെ പറഞ്ഞ് ഉറപ്പ് വരുത്തുന്ന ഒരു പ്രോട്ടോകോൾ. ഒരു ഡേറ്റ പാക്കറ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നു, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ഒട്ടും ലോസ് ആവാതെ, ഇതിന്റെ ഒരു ചെല്ലപ്പേരം പറയുന്നത് ലോസ്ലെസ് പ്രോട്ടോകോൾ ആണ്. ഡേറ്റ ഒരിക്കലും ലൂസ് ആയി പോകത്തില്ല. അതായത് നമ്മൾ ഇവിടെ ഹലോ വേൾഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ടെക്സ്റ്റിൽ വിട്ടിട്ടുണ്ടെങ്കിൽ അപ്പുറത്തും ഹലോ വേൾഡ് എന്ന് പറഞ്ഞാൽ എത്തിയിരിക്കും. റൈറ്റ്, അതാണ് TCP ചെയ്യുന്നത്. UDP അതുപോലല്ല. UDP എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് സിമ്പിളി ഒറ്റയടിക്ക് ഒരു മെസ്സേജ് അങ്ങ് വിടുവാണ്. അപ്പുറത്ത് ചെന്നോ ചെന്നില്ല അതൊന്നും നമ്മുടെ കൺസേൺ അല്ല. ഇപ്പൊ വീഡിയോ സ്ട്രീമിങ് അല്ലെങ്കിൽ അതെ, വീഡിയോ സ്ട്രീമിങ് ആണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. നമ്മൾ ലൈവ് സെൻഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ചെറിയ പാക്കറ്റ്സുകളൊക്കെ സെൻഡ് ആവാതൊക്കെ വരുമായിരിക്കും. പക്ഷെ അതൊന്നും നമ്മൾ തിരിച്ചെടുത്ത് ഒരു പാക്കറ്റ് സെൻഡ് ആയില്ലല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിമുകൾ സെൻഡ് ആയില്ലല്ലോ എന്നോർത്ത് തിരിച്ച് വീണ്ടും റീസെൻഡ് ചെയ്യത്തൊന്നുമില്ല, സെൻഡ് ആയിക്കൊണ്ടേ ഇരിക്കും. അതാണ് TCP UDP യുടെ വരുന്നത്. നമുക്ക് അത് വയർ ഷാർക്കിൽ ചെറിയ രീതിയിൽ ഒന്ന് എടുത്ത് നോക്കാവേ. സോ ബേസിക്കലി ഓക്കെ, വയർ ഷാർക്ക് ഇതാണ് വയർ ഷാർക്കിന്റെ ഒരു ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്യുകയാണ്. ഇതാണ് ക്യാപ്ചറിംഗ് എന്ന് പറയും വയർ ഷാർക്ക് കേട്ടോ. ഇവിടെ എന്തുകൊണ്ട് UDP വരുന്നത് ആർക്കെങ്കിലും പറയാൻ പറ്റും? ഈ UDP കണ്ടോ, ഇഷ്ടംപോലെ UDP സാധനം വരുന്നുണ്ട്. അതിനൊന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ എന്തുകൊണ്ടാണ് UDP എന്റെ നെറ്റ്വർക്കിൽ? ഇതെന്റെ നെറ്റ്വർക്ക് കേട്ടോ. ഇതിപ്പോ ഞാൻ എന്റെ വൈഫൈ ലിങ്കിൽ നടക്കുവാണ്. എന്റെ വൈഫൈ കാരണമാണ് ഇത് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടെ പോകുന്ന എല്ലാ നെറ്റ്വർക്കും ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കെല്ലാം ഗസ് ചെയ്യോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് എന്തുകൊണ്ട് ഇത്രയും UDP വന്നതുകൊണ്ട് ഒരു TCP പോലും പോകുന്നില്ല? എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ? ബിക്കോസ് ഓഫ് യെസ്, കറക്റ്റ്. ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് സീ. ആരെ പറഞ്ഞേ? മെസ്സേജസ് okay, Salvan. Yes, good job, Salvan. The thing is, ഞാനിപ്പോ ഗൂഗിൾ മീറ്റ് വഴി നിങ്ങളോട് സംസാരിക്കുന്നതാണ് ഇവിടെ ഇതിന് മാത്രം UDP വന്ന് കിടക്കുന്നത്. റൈറ്റ്, ഇതിന് മാത്രം UDP വന്ന് കിടക്കുന്നത്. ലെറ്റ് മീ ചെക്ക്. ഞാൻ വേറെ ഒരു ലെറ്റ്സ് സേ ഗൂഗിൾ ജിമെയിലേക്ക് എടുത്തോ. പോസിബിളി ഇവിടെ ഒരു ഇവിടെ വന്നെന്ന് തോന്നുന്നു. ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം ക്യാപ്ചർ. ഇവിടെ TCP വന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ ഇടയ്ക്ക് പോയി ഒന്ന് ഗൂഗിൾ മീറ്റ്, ജിമെയിലോട്ടൊക്കെ അടിച്ചു നോക്കിയപ്പോഴത്തേനും വന്നുകൊണ്ടാണ് ഇവിടെ TCP വന്നിരിക്കുന്നത്. ഐ ബിലീവ് ഞാൻ ഡെസ്റ്റിനേഷൻ കാണാം എന്നാണ് എൻ്റെ ഒരു ഓക്കെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ഡേറ്റ ഇതുണ്ട്. ഇതെല്ലാം ഡേറ്റാസ് ആണ്. ഇവിടെ കാണാൻ പറ്റുന്ന ഡേറ്റാസ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ മനസ്സിലായി എന്തുകൊണ്ട് UDP ഇവിടെ വന്നു. പിന്നെ TCP എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ ഞാൻ സെൻഡ് ചെയ്തു. റൈറ്റ്, ആൻഡ് ഇതിന്റെയൊക്കെ ഹോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും.
OSI മോഡലല്ല വർക്ക് ചെയ്യുന്നത്. അതിന്റെ ആ ഒരു ട്വിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ആ ഒരു ഹോൾ ലൈക്ക് നെറ്റ്വർക്ക് മോഡൽ ഇവിടെ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം വയർഷാർക്കിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നിങ്ങൾക്ക് ഇത് കാണാം. ദ തിങ് ഈസ്, ഇതാണ് നമ്മുടെ വയർഷാർക്കിന് ഗുണം. അതായത് നമ്മുടെ നെറ്റ്വർക്ക് കാർഡിൽ അല്ലെങ്കിൽ ഒരു സൈബർ സെക്യൂരിറ്റിക്കാരിൽ നിന്ന് നമുക്ക് ഒരു ഹോൾ നെറ്റ്വർക്ക് മറ്റൊരു ആൾക്കാരിലെയും ട്രാൻസ്ഫർ ചെയ്യുന്ന നെറ്റ്വർക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ നെറ്റ്വർക്കിലൂടെ കടന്നു പോകുന്ന എല്ലാ നെറ്റ്വർക്ക് പാക്കറ്റ്സുകളും നമുക്ക് ഇങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതായത് എന്ത് പോയാലും, അതായത് നമ്മൾ ഇതൊരു സംഗതി ആക്സസ് അല്ലെ ഗൂഗിൾ ആക്സസ് ചെയ്യാണ്, അല്ലെ യൂട്യൂബ് ആക്സസ് ചെയ്യാണ്, ഏത് മെത്തേഡിലൂടെയാണ് പോകുന്നത്, ഇതെല്ലാം നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ആക്സസ് ചെയ്യേ ആ ഒരു നെറ്റ്വർക്ക് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. റൈറ്റ് നൗ ഇതിനെ നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് പിവിറ്റിലേക്ക് പോവാം. ദാറ്റ്സ് TCP ആൻഡ് UDP/4. അടുത്തതെന്ന് പറഞ്ഞാൽ സെഷൻ ലെയർ ആണ്. ഇതിനെ അധികമായിട്ട് ഞാൻ ലൈക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഐ മീൻ അത് അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല. കാരണം ഇവിടെ JWT ടോക്കൺ അല്ലെങ്കിൽ ലൈക്ക് അങ്ങനത്തെ സെഷൻ മാനേജ് ചെയ്യുന്ന കുറച്ച് സംഗതികളൊക്കെ ഉള്ളൂ. നത്തിങ് ക്രേസി. അതായത് ഞാൻ ടൈമിന്റെ ചെറിയൊരു കൺസ്ട്രെയിനിങ്ങുമാണ് ഞാൻ അധികം ഇതിനകത്തോട്ട് പോകാത്തത്. അടുത്ത പ്രസന്റേഷൻ ലെയർ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമുണ്ട്. അത് നിങ്ങളെ ഞാൻ കാണിക്കാനാണ്. പ്രസന്റേഷൻ ലെയർ. അപ്പോൾ നമ്മളെ ഞാൻ അതിന് തന്നെ പറഞ്ഞാൽ HTTP HTTPS ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് HTTP സെക്യൂർഡ് അല്ല, അല്ലെങ്കിൽ HTTPS എങ്ങനെയാണ് സെക്യൂർ ആവുന്നത്. അപ്പൊ ഇവര് S എന്ന് പറഞ്ഞൊരു സാധനം വന്ന് പറഞ്ഞാൽ സെക്യൂർ ആവാണെന്ന് ക്ലെയിം ചെയ്യുവാണോ? അപ്പൊ നിങ്ങൾ ചിലപ്പോൾ അപ്പം അവിടെ വരുന്ന ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളെപ്പോഴും പബ്ലിക് കീ, പ്രൈവറ്റ് കീ, പബ്ലിക് എൻക്രിപ്ഷൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങളെപ്പോഴും പബ്ലിക് എൻക്രിപ്ഷൻ, പ്രൈവറ്റ് കീ, യെസ് കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഹോൾ ആൽഗോരിതം ബിഹൈൻഡ്, അല്ലെങ്കിൽ ചെറിയൊരു ലോജിക്ക് വല്ലതും അറിയാമോ? ലോജിക്ക് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അതായത് എങ്ങനെയാണ് അതായത് നിങ്ങൾ ചിന്തിക്കും, എന്റെ കമ്പ്യൂട്ടറിൽ ഒരു പ്രൈവറ്റ് കീ, യെസ് ക്രിപ്റ്റോഗ്രഫി ആണ് നടക്കുന്നത്. ആൻഡ് ലൈക്ക് എനിത്തിങ് നോട്ട് എന്തെങ്കിലും അധികം ആഡ് ചെയ്യാനുണ്ടോ അതിലോട്ട്? ലൈക്ക് ഏത് അൽഗോരിതം ആണ്, അല്ലെങ്കിൽ എന്ത് കീ എക്സ്ചേഞ്ച് ആണെന്നോ ഇതെല്ലാം ആഡ് ചെയ്യാനുണ്ടോ? ലൈക്ക് സം പീപ്പിൾ എനിക്ക് വന്നൊരു ചോദ്യമാണ്, ലൈക്ക് പബ്ലിക് കീ, എന്റെ ഒരു കമ്പ്യൂട്ടർ പ്രൈവറ്റ് കീ ഉണ്ട്, പിന്നെ വേറൊരു പബ്ലിക് കീ ഉണ്ട്. ഞാൻ വേറൊരു ലൈക്ക് SSH ഒക്കെ ചെയ്യുമ്പോഴത്തേനും ലൈക്ക് ഒരു സെർവറെ കൊണ്ടിട്ടു. എന്റെ പ്രൈവറ്റ് കീ ഉപയോഗിച്ച് എങ്ങനെയാണ് അപ്പുറത്ത് എന്ന്, എന്റെ പബ്ലിക് കീ അവിടെ ഉണ്ട്, പക്ഷെ എന്റെ പ്രൈവറ്റ് കീ ഉപയോഗിച്ച് എങ്ങനെയാണ് അതവര് കണക്ട് ചെയ്യുക, ലൈക്ക് ഹൗ ഡസ് ഇറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, അല്ല എങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അതോ ലൈക്ക് അത്രയും ഇൻഡെപ്ത് പോകാനായിട്ട് ബോധർ ആയിട്ടില്ലായിരിക്കാം. ബട്ട് എന്തെങ്കിലും അങ്ങനെ ചോദ്യം, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിട്ടുണ്ടോ ഡീറ്റെയിൽ ആയിട്ട്? ലൈക്ക് യെസ് എൻക്രിപ്ഷൻ യെസ് റൈറ്റ് ഇറ്റ്സ് ഗുഡ്. ആൻഡ് ദ തിങ് ഈസ്, അതിന്റെ ഒരു ചെറിയൊരു ഇത് പറഞ്ഞുതരാം. ചെറിയൊരിതൊന്നല്ല, ഇതാണ് സ്റ്റേപ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഐ ഗസ് ഇപ്പം ഇച്ചിരിയും കൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആൽഗോരിതംസ് ആണ് ഉപയോഗിക്കുന്നത് തോന്നുന്നു. ബട്ട് ലൈക്ക് മേ ബി ഐ ഗസ് ഇറ്റ്സ് സ്റ്റേപ്പിൾ. ഇപ്പോഴും അത് സ്റ്റേപ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്റെ ഒരു നിഗമനം. നിങ്ങളിത് കഴിഞ്ഞിട്ട് വേണമെന്ന് റിസർച്ച് ചെയ്ത് നോക്കുക. Diffie-Hellman കീ എക്സ്ചേഞ്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നോ, ഓക്കെ, കേട്ടിട്ടില്ല. Diffie-Hellman കീ എക്സ്ചേഞ്ച്, ഓക്കെ, കൂൾ. സിംപ്ലി പുട്ട്, ഞാൻ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണിക്കാം. ഇത് ഇത്രയും പേരെന്ന് പറഞ്ഞാൽ ഇത് കണ്ടുപിടിച്ച ആളുടെ പേരാണ്. ഐ ബിലീവ് ഒരു ജർമ്മൻകാരനാണെന്ന് തോന്നുന്നു, ആ പേര് കേട്ടിട്ട്. ഇതർവൈസ് ഒരു സിംപ്ലി ഞാൻ പബ്ലിക് കീ ടു എൻക്രിപ്റ്റ്, പ്രൈവറ്റ് കീ ടു ഡീക്രിപ്റ്റ്, റൈറ്റ്, കൂൾ. അപ്പം അതിന്റെ ഒരു ഹോൾ ഇലിസ്ട്രേഷൻ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് മാത്തിലേക്കൊന്നും പോകുന്നൊന്നുമില്ല, ഇവിടെ അതിന്റെ ഇലിസ്ട്രേഷൻ കാണിക്കാം കേട്ടോ. Let's say me, like Joshua. Joshua, like person A. Okay, person A, under, right? Person O. Person B, right? ഇവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, റൈറ്റ്? ഇവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ നടുക്ക് എന്താണുള്ളത്? ഇന്റർനെറ്റ് ഉണ്ട്. ഓക്കെ, സമ്മതിച്ചു, ഇവരുടെ നടുക്ക് ഇന്റർനെറ്റ് ഉണ്ട്. ഇവർ ഇതുവഴി കണക്ട് ചെയ്ത് പോകുമ്പോഴത്തേനും നമ്മൾ ഈ വയർ ഷാർക്കൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഈ നെറ്റ്വർക്കിനെ നോക്കിയിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ നെറ്റ്വർക്കിനെ നോക്കിയിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് പറ്റും. മനസ്സിലായി? ഇവർ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് പറ്റും. ആൻഡ് അതായത് ഇപ്പം ഇവർക്ക് അപ്പൊ പേഴ്സൺ എ പറയുന്നു, പേഴ്സൺ ബിക്ക് സംസാരിക്കണം. അപ്പൊ അതിനായിട്ടൊരു മെത്തേഡാണ്. ലെറ്റ്സ് സേ ഈ പേഴ്സൺ എക്ക് ഒരു പ്രൈവറ്റ് കീ ഉണ്ട്, എ. ഓക്കെ, പേഴ്സൺ ബിക്ക്
പുള്ളിയുടെ ഒരു താക്കോലുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കീ ഉണ്ട്, ബി. ഓക്കെ, എ ഉണ്ട്, ഇപ്പുറത്ത് ബി ഉണ്ട്. ഇത് രണ്ടും എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് പ്രത്യേകിച്ചൊന്നും എങ്ങനെയാണ് സംഭവിക്കുന്നത്, കീ എക്സ്ചേഞ്ച് ആവും, ആൾക്കാർ വീണ്ടും കാണുകയും ചെയ്യും. അപ്പം ഇത് രണ്ടുമാണ് പ്രൈവറ്റ് കീ. അതെല്ലാവരും മനസ്സിൽ ഓർത്ത് വെക്കുക കേട്ടോ. പേഴ്സൺ ഐഡിയ പ്രൈവറ്റ് കീ ഉണ്ട്, പേഴ്സൺ ബിയിലും പ്രൈവറ്റ് കീ. ഇമാജിൻ ഒരു പബ്ലിക് കീ ഉണ്ട്, ജി. ഇത് നിങ്ങൾ ക്രിപ്റ്റോഗ്രഫി പഠിക്കുമ്പോഴത്തേന് ഇതായിരിക്കും, ഇങ്ങനെയായിരിക്കും മാത്തമാറ്റിക്കലി പറയുക. ഇതിന് മോഡ് ജി അങ്ങനെയൊക്കെ പറഞ്ഞാൽ മാത്തമാറ്റിക്കലി കുറച്ച് പോകാനുണ്ട്, പക്ഷെ അതിലേക്കൊന്നും കിടക്കുന്നില്ല, അതിനൊന്നും ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ടൈം കൺസ്ട്രെയിനും ഒരുപാടുണ്ട്. ജി എന്ന് പറയുന്നത് പബ്ലിക് കീ ആണ്. ഇത് എല്ലാവർക്കും കാണാം കേട്ടോ. ഇത് ലോകത്തിലുള്ള എല്ലാവർക്കും പബ്ലിക് കീ കാണാമെന്ന് വിചാരിക്കാം. ഈ പബ്ലിക് കീയാണ് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, എല്ലാവർക്കും ഇത് കാണാം, ഇന്റർനെറ്റിലുള്ള ആർക്ക് വേണമെങ്കിലും കാണാൻ പറ്റും. അപ്പോൾ പേഴ്സൺ ആയിരിക്കും, പേഴ്സൺ എനിക്ക് സംസാരിക്കണേ എന്ത് ചെയ്യും? സമീറ യെസ്, ഓക്കെ. മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്, യെസ്, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് വരാൻ സാധ്യതയുള്ള അത് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള കാര്യമാണ് പറയാം. അപ്പം ഇവിടെ ഞാൻ നോക്കിയിരിക്കുന്ന ആള്, ലെറ്റ്സ് സേ പേഴ്സൺ എക്ക് ജിയിലോട്ട് ആക്സസ് ഉണ്ട്, പേഴ്സൺ ബിക്ക് ജിയിലോട്ട് ആക്സസ് ഉണ്ട്, പബ്ലിക് കീയിലോട്ട് ആക്സസ് ഉണ്ട്. അതുപോലെ തന്നെ ലോകത്തിലുള്ള എല്ലാവർക്കും ജിയിലോട്ട് ആക്സസ് ഉണ്ട്. പക്ഷെ ലോകത്തിലുള്ള എല്ലാവർക്കും പ്രൈവറ്റ് കീയിലോട്ട് ആക്സസ്, ഈ പേഴ്സണയുടെ പ്രൈവറ്റ് കീയിലോട്ട് ആക്സസ്, പേഴ്സൺ ബിയുടെ പ്രൈവറ്റ് കീസിലോട്ടുള്ള ആക്സസ് ലോകത്തിലുള്ള എല്ലാവർക്കും ഇല്ല. പേഴ്സണെ ഒരു ക്ലവർ കാര്യം ചെയ്യും, അല്ലെങ്കിൽ നെറ്റ്വർക്കിങ്ങിന്റെ ആൾക്കാർ ഒരു ക്ലവർ കാര്യം ചെയ്തു. ഈ പേഴ്സൺ എ പോയിട്ട് എ വെച്ചിട്ട്, ഇപ്പം ലൈക്ക് ഒരു മെസ്സേജ് ഉണ്ടെന്ന് വെച്ചാൽ എം എന്ന് പറയുന്ന മെസ്സേജ് ആണ്, എം എന്ന് പറയുന്ന മെസ്സേജ്. അപ്പം പേഴ്സൺ എന്നു വെച്ചാല് ഈ പബ്ലിക് കീയും കൂടെ എടുത്ത് എ ജി എന്ന് പറയുന്ന ഒരു കീ ആക്കി, എ ജി എന്ന് പറഞ്ഞ കീ ആക്കിയിട്ട് ഈ എമ്മിനെ അങ്ങ് എൻക്രിപ്റ്റ് ചെയ്ത് വിചാരിക്കും. എമ്മിനെ അങ്ങോട്ട് എൻക്രിപ്റ്റ് ചെയ്തു. ലെറ്റ്സ് സേ ഇവിടെ വേറൊരു മെസ്സേജ് 2 കൊടുക്കാനുണ്ട്. അത് പേഴ്സൺ ബി എന്ത് ചെയ്തു, ബി ജി എന്ന് പറഞ്ഞുകൊണ്ട് ഇതും കൂടെ കണക്ട് ചെയ്തിട്ട്, ഐ മീൻ ലൈക്ക് ആഡ് ചെയ്തിട്ട് ബി ജി എന്ന് പറയുന്ന ഒരു ലൈക്ക് ഒരു കീ ഉണ്ടാക്കി M2-നെ എൻക്രിപ്റ്റ് ചെയ്തു. ഇനി ഈ രണ്ട് മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഇവരൊരു കാര്യം ചെയ്യും, ഈ ബി ജിയെ, ഈ പേഴ്സൺ ബി എന്ന് പറയുന്ന ആള് ഈ ബി ജിയെ എടുത്തിട്ട് പേഴ്സൺ എക്ക് കൊടുക്കും. പേഴ്സൺ ഈ എ ജിയെ എടുത്തിട്ട് പേഴ്സൺ ബിക്കും കൊടുക്കും. റൈറ്റ്. അപ്പൊ നിങ്ങൾ കീപ്പ് ഇൻ മൈൻഡ്, പുള്ളിയുടെ ഇത് വേറൊരു കീ ആണ്, ലൈക്ക് വേറൊരു കീ ആയി. പക്ഷെ ഇവരുടെ ഓൾറെഡി ബി എന്ന് പറയുന്ന എ എന്ന് പറയുന്ന പ്രൈവറ്റ് കീസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്നാണല്ലോ ഈ ബി ജിയും എ ജിയും ഉണ്ടായത്. പ്രൈവറ്റ് കീ ഓൾറെഡി ആണല്ലോ. ഇപ്പം ഈ പേഴ്സൺ എക്ക് M2-നെ റീഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ബി ജി പേഴ്സൺ എന്ന് പറയുന്ന പേഴ്സൺ ബി ജി എന്നൊക്കെ സെൻഡ് ചെയ്തല്ലോ. പേഴ്സൺ എ എന്ത് ചെയ്യും, ബി ജിയും എയും കൂടെ ആഡ് ചെയ്യും. അപ്പൊ എ ബി ജി എന്നാകും. ഓക്കെ, എ ബി ജി മൈൻഡിലിരിക്കട്ടെ. പേഴ്സൺ ബിക്ക് പേഴ്സൺ എന്റെ മെസ്സേജ് റീഡ് ചെയ്യണം. അപ്പൊ അത് തന്നെയും ഈ എ ജി ഇങ്ങോട്ട് സെൻഡ് ചെയ്തല്ലോ. അപ്പൊ പേഴ്സൺ ബിയുടെ കയ്യില് കൺഫ്യൂഷൻ ആയിരിക്കാം, ഞാൻ ഇതങ്ങ് ഇത് റിമൂവ് ചെയ്യണം, വേണ്ട. ഓക്കെ, എനിവേസ് എ ജി എന്ന് പറഞ്ഞ ആളുണ്ട്. എ ജി പേഴ്സണെ ഇങ്ങോട്ട് സെൻഡ് ചെയ്തായിരുന്നു. അപ്പം ഈ പേഴ്സൺ ബി എന്ത് ചെയ്യും, ഈ എ ജിയെ ബിയോട് ആഡ് ചെയ്യും. അപ്പൊ ഇതും എ ബി ജി ആകും. ഇപ്പൊ രണ്ടുപേർക്കും ലോകത്തിൽ ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ സെയിം കീ ആയില്ലേ. എ ബി ജി ഇവിടെ കിട്ടി, എ ബി ജി ഇവിടെ കിട്ടി. ഇനിയിപ്പോ ഇവർക്ക് നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ എ ജി ഇന്റർനെറ്റ് കോൾ സെൻഡ് ചെയ്താൽ കുഴപ്പമില്ല, കാരണം പ്രൈവറ്റ് കീ ഇദ്ദേഹത്തിന്റെ കയ്യിലായിരിക്കുന്നത്. പബ്ലിക് കീ കിട്ടിയാൽ മാത്രം കാര്യമില്ല, പ്രൈവറ്റ് കീ കൂടെ വേണമല്ലോ എയിലെയും ജിയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ രണ്ടുപേരെയും മെസ്സേജ് പാസ് ചെയ്യാൻ ഇനിയിപ്പം ഇവർക്ക് മെസ്സേജ് പാസ് ചെയ്യാം. ഇങ്ങനെയാണ് പബ്ലിക് പ്രൈവറ്റ് കീ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും നടക്കാം. റൈറ്റ്, ഓക്കെ. അപ്പൊ ഇതിന്റെ പേരാണ് ഡിഫി ഹെൽമാൻ കേട്ടോ. ഡിഫി ഹെൽമാൻ കീ എക്സ്ചേഞ്ച് എന്നാണ് പറയുക. ആൻഡ് നിങ്ങൾ ഇതിനെപ്പറ്റി നോക്കുക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് സ്റ്റേബിൾ ആയിട്ട് ഇപ്പോഴും ഇത് തന്നെയാണ് നിലനിൽക്കുന്നതാണ് എന്റെ ഒരു അറിവ്. റൈറ്റ്, ഓക്കെ. റൈറ്റ്. അപ്പൊ അതാണ് എവിടെ സംഭവിക്കുന്നത്, എൻക്രിപ്ഷൻ നടക്കുക, പബ്ലിക് കീ പ്രൈവറ്റ് കീ എൻക്രിപ്ഷൻ നടക്കുക, അല്ലെങ്കിൽ ഇവിടെ നടക്കുക. ഏത് നമ്മുടെ പ്രസന്റേഷൻ ലെയറിൽ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ നടക്കുക. പിന്നെ ഡേറ്റ കംപ്രഷൻ, ക്യാരക്ടർ എൻകോഡിങ്, ഇറ്റ് സിംപ്ലി ലൈക്ക് ഇപ്പം നമ്മള് ഒരു MB-യുടെ ലൈക്ക് 1 GB വീഡിയോ സെൻഡ് ചെയ്യുമ്പോഴത്തേനും ഒരു നെറ്റ്വർക്കിലൂടെ ലൈക്ക് 1 GB വീഡിയോ ആയിരിക്കില്ല സെൻഡ് ആകുക. അതിന്റെ കംപ്രസ് ചെയ്യുന്ന കുറെ അൽഗോരിതംസ് ഒക്കെ ഉണ്ട്, GSET അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറെ അൽഗോരിതം കാര്യമൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് കംപ്രസ് ചെയ്തൊക്കെ ആയിരിക്കും നെറ്റ്വർക്കിലൂടെ ഒക്കെ വരിക. അതൊക്കെ ജസ്റ്റ് ഡേറ്റ കംപ്രഷൻ. പിന്നെ ക്യാരക്ടർ എൻകോഡിംഗ് എന്ന് പറയുന്നത് പല രീതിയിൽ സെൻഡ് ചെയ്യാം നമുക്ക്. ലൈക്ക് ഐ ബിലീവ് യെസ്, പല രീതിയിൽ നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് പ്രസന്റേഷൻ ലെയർ സംഭവിക്കുക.
ഇനി വരുന്ന ആപ്ലിക്കേഷൻ ലെയർ എന്നാണ് ഓരോന്ന് ഉത്ഭവിക്കുന്നത്. ആപ്ലിക്കേഷൻ ലെയർ സിംപ്ലി മീൻസ് ലൈക്ക് HTTP, ഇതൊക്കെ എവിടെയാണ് ഉത്ഭവിക്കുന്നത്? നിങ്ങളുടെ ബ്രൗസർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ലേ? ആ ആപ്ലിക്കേഷനിൽ എന്തൊക്കെയായാലും നിങ്ങൾ google.com ഐ മീൻ സെർച്ച് ചെയ്യുമ്പോഴത്തേനും ബാക്ക്ഗ്രൗണ്ട് നടക്കാന്ന് പറഞ്ഞാൽ https://google.com എന്ന് പറയുന്ന ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ സെൻഡ് ആവുന്നു. അതാണ് ആപ്ലിക്കേഷൻ ലെയർ നടക്കുക. ദ തിങ് ഈസ്, നിങ്ങൾ ഇത്രയും ഒരു 7 ലെയറിനെ കണ്ടല്ലോ. ശരിക്കും ഇന്റർനെറ്റ് ഓടുന്നത് ഇത്രയും ലെയറുമാണ്, വെറും 4 ലെയറില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ട്വിസ്റ്റ്. അതായത് നമ്മുടെ ഒരു കോൺസെപ്റ്റ് കാർ കാണും, നമ്മുടെ ഈ കാറൊക്കെ പുറപ്പെടുവിക്കുമ്പോഴത്തേനും അതുണ്ടായി വരുമ്പോഴത്തേനും വേറെ രീതിയിൽ ഉണ്ടായി വരുന്ന പോലെയാണ് ഈ ഒരു ഐറ്റം. OSI മോഡൽ എന്ന് പറയുന്നത് ജസ്റ്റ് തിയറട്ടിക്കലാണ് കേട്ടോ. തിയറട്ടിക്കൽ സ്റ്റാൻഡേർഡ് ആണ് ഈ OSI മോഡൽ എന്ന് പറയുന്നത്. ഒരിക്കലും റിയൽ ലൈഫിൽ അത് ലൈക്ക് അപ്ലൈ ചെയ്തിട്ടില്ലെന്ന് മീൻസ് അതിലെ പല ലേയേഴ്സും ലൈക്ക് എന്നാ പറയുന്നത്, ലൈക്ക് മറ്റുള്ള ലെയറിൽ ഓൾറെഡി ആപ്ലിക്കേഷൻ ലെയർ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. കാരണം ആപ്ലിക്കേഷൻ ലെയർ തന്നെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ലെയർ തന്നെ എൻക്രിപ്റ്റ് ചെയ്യുകയും കംപ്രസ് ചെയ്യുകയും ലൈക്ക് ആ ഒരു സെഷൻ മാനേജ് ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. റൈറ്റ്, കാരണം അപ്പൊ കുറച്ച് ലെയേഴ്സ് ഒക്കെ അതിൽ തന്നെ വരുന്നു. ഇപ്പൊ ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത് ലെയർ 4 ആണ്, ഇന്റർനെറ്റ് ലെയർ. അപ്പം ഈ TCP/IP മോഡലാണ് റിയൽ ലൈഫിൽ ഓടുന്ന സാധനം. അതെ, റിയൽ ലൈഫിൽ TCP/IP മോഡലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വയർഷാർക്ക് എടുത്തപ്പോഴത്തേനും ഇവിടെ 7 ലെയർ കാണിക്കാഞ്ഞത്, ആകെ 4 ലെയർ കാണിക്കുന്നുള്ളൂ. കാര്യം പറഞ്ഞു പിടിയിട്ടാണ് ഗഡ്. അല്ലാണ്ടെങ്കിൽ ഇവിടെ 7 ലെയർ കാണിച്ചാൽ അതാണ് നെറ്റ്വർക്ക് പാക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ 4 ലെയർ മാത്രം കാണിക്കുക. അതാണ് വയർഷാർക്കിംഗ്. അപ്പൊ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഫോൾട്ട് ടോളറൻസ് ഉണ്ട്. പാക്കറ്റ് സ്വിച്ചിങ് ആണ് ഉപയോഗിക്കുന്നത്. ലെയർഡ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ ഓരോ ലെയറിനും മറ്റൊരു ലെയറിനെ പറ്റി അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ആപ്ലിക്കേഷൻ ലെയറിന് ഇതെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ലൈക്ക് TCP-യിലാണോ UDP-യിലാണോ എന്ന് അറിയേണ്ടതൊന്നും ആവശ്യമൊന്നും ആപ്ലിക്കേഷൻ ലെയറിലില്ല. അത് ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഇതാണ്. ലൈക്ക് ഇന്റർനെറ്റ് അല്ലെങ്കിൽ ലിങ്ക് ലെയറിൽ ലൈക്ക് ഫൈബർ ഒപ്റ്റിക് കൂടെ ആണോ പോകുന്നത്, ഇന്റർനെറ്റിലൂടെ ആണോ പോകുന്നതെന്ന് ഇന്റർനെറ്റ് ലെയറിന് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അത് ലിങ്ക് ലെയർ ചെയ്തോ. അതാണ് ലെയർഡ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് കുറച്ച് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു കണക്ഷന്റെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ IP അഡ്രസ് വേണം, ഒരു സബ്നെറ്റ് മാസ്ക്, പിന്നെ റൗട്ടർ വേണം, പിന്നെ DNS സെർവർ വേണം. റൈറ്റ്, അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എങ്ങനെയാണ് ഒരു IP നമുക്ക് കിട്ടുന്നത്? ഞാൻ പറഞ്ഞു റൗട്ടറാണ് നിങ്ങൾക്ക് IP തരുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കാൻ റൗട്ടർ ചുമ്മാ എടുത്ത് തരുവാണ്. റൗട്ടറിന് പ്രത്യേകിച്ച് ലൈക്ക് അപ്പം ഒരേ ഡിവൈസിന് എന്തുകൊണ്ടാണ് 2 IP കിട്ടാത്ത? ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കണം. ഞാൻ ചോദിച്ചതാണ്, അതുകൊണ്ടാണ്. യെസ്, ISP നമ്മുടെ റൗട്ടറിനാണ് കേട്ടോ ISP പബ്ലിക് ഇത് കൊടുക്കുന്നത്. ആൻഡ് അതിൽ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ DHCP തന്നെയാണ് നടക്കുന്നത്. DHCP ഞാനിത് കാണിക്കാന്ന് പറഞ്ഞാല് DHCP മീൻസ് ഇതൊരു സെർവർ. DHCP സെർവർ എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ എന്ന് വെച്ചാല് ഇപ്പോൾ കാര്യം അറിയോ? ഡോറ ഇത് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. കാരണം ഒരു DHCP സെർവറിൽ അല്ലെങ്കിൽ ഒരു സെർവർ സിംപ്ലി മീൻസ് റൗട്ടറാണ് കേട്ടോ, റൗട്ടറാണ്. അപ്പം ഈ റൗട്ടർ സെർവർ എങ്ങനെയാണ് നമ്മുടെ ക്ലയന്റ് അല്ലെ നമ്മുടെ ഡിവൈസിന് ഒരു IP കൊടുക്കുന്നതിന്റെ ഒരു അക്രമമാണ് DORA. ഡോറ. റൈറ്റ്. അപ്പം ഡിസ്കവർ, ഓഫർ, റിക്വസ്റ്റ്, അക്നോളജ്മെന്റ്. ഇത് ഞാൻ നിങ്ങളെ സിമ്പിൾ ഒന്ന് കാണിക്കാവേ. നമുക്ക് വെബ്സൈറ്റ് എടുക്കാം. ഞാൻ കുറച്ച് നേരത്തേന് നെറ്റ്വർക്കിൽ നിന്ന് കട്ടായിരിക്കും. ഇത് ക്യാപ്ചർ ചെയ്യാണ്ടിരിക്കാം. ഞാൻ കുറച്ചു നേരം ഞാൻ കാണിച്ചതാണ്, നിങ്ങൾ അതുവരെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എന്റെ വൈഫൈ ഞാൻ നൈസായിട്ട് ഓഫ് ചെയ്തിട്ട് വൈഫൈയിലായിട്ട് ഞാൻ കണക്ട് ചെയ്യാൻ പോവാണ്. വേറെ വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. ആ കണക്ട് ചെയ്യുമ്പോഴത്തേനും ഐ പ്രോമിസ് യു ഗൈസ് ഇതിവിടെ സംഭവിക്കും. ഇത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തരും. ഈ 4 ലൈക്ക് കണക്ഷൻ റിക്വസ്റ്റുകളും നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരും വയർഷാർക്കിൽ. ഐ പ്രോമിസ് യു ഗൈസ്. ആൻഡ് ഞാൻ പോവാണ്, പോയിട്ട് വരാം. എന്നിട്ട് വെയിറ്റ് ചെയ്യാം. റൈറ്റ്. ആൻഡ് ഞാൻ ഇത് കണ്ടിന്യൂ വിത്തൗട്ട് സേവിങ് ഓഫ്. വൺ സെക്കൻഡ്. എവിടെയാണ് എയർപ്ലെയിൻ മോഡ്? ഓക്കെ, എയർപ്ലെയിൻ മോഡ്. ഹൈ ഗൈസ്, ആസ് പ്രോമിസ് ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു. Let me share it. Right. Okay.
Is DHCP? Where is it? Is somebody searching for it? For some reason, it's not showing up. Let me just quick check. Sorry about that. Now, like DHCP request like discover like discover. And acknowledgement like as an offer. Right? Correct request for some reason it should come like like discover acknowledge. I mean, I guess the mistake unfortunately. Yeah, promise either check like Wireshark like Wi-Fi off like presentation mess Wireshark packet capture I mean Wi-Fi off capture Wi-Fi off Wi-Fi switch discover like offer request acknowledge request Wi-Fi either hotspot or Sunday right. DORA protocol IP. Right. IP okay, like figure out okay, simple IP Windows IP config right, IP config IPv4 address right, default gateway router and IP okay. Now, MAC addressing like ARP like what is ARP? Address Resolution Protocol. Right. So, this is an important area. Local network is computer local host 7846 open Wi-Fi connect phone, Wi-Fi connect computer IP, port number website access phone. The thing is, IP device like our whole network communication let's say laptop mobile phone network server computer server access ARP request ARP request router right. Request let's say ARP okay ARP request like description okay info who has 92.168.0.1 ആർക്കാണ് ഈ IP ഉള്ളത് ഈ IP-യോട് ഇന്ന് പറയാനാ പറയുന്നത് റൈറ്റ്. അപ്പം എനിക്ക് തോന്നുന്നു എന്റെ റൗട്ടറിനോട് തന്നെ എനിക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ റൗട്ടറിനോട് സംസാരിക്കാൻ വേണ്ടി എന്റെ കമ്പ്യൂട്ടർ തന്നെ പുറപ്പെടുവിച്ച ഒരു ആർപ്പ് റിക്വസ്റ്റ് ആണെന്ന് തോന്നുന്നു. ലൈക്ക് IP IPA let me check yes ഇതുണ്ടോ എന്റെ ഈ ലാപ്ടോപ്പ് ഉണ്ടോ. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ആർപ്പ് റിക്വസ്റ്റ് യെസ് മാക് ഫ്രം IP അത് തന്നെ റൈറ്റ്. അപ്പം എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ നിങ്ങളോട് മാക് അഡ്രസ്സിനെ പറ്റിയൊക്കെ സംസാരിച്ചായിരുന്നു അല്ലെ. അപ്പം നമ്മൾ മാക് അഡ്രസ്സിനോട്ടാണ് എന്തൊക്കെയായാലും ഡേറ്റ സെൻഡ് ചെയ്യാനായിട്ട് പോവുക കേട്ടോ. IP അഡ്രസ്സിലേക്കല്ല. IP അഡ്രസ് വേണം. IP അഡ്രസ് എടുത്തിട്ട് നമ്മൾ ചോദിക്കുന്നുണ്ട് ഈ IP അഡ്രസ്സിന്റെ മാക് അഡ്രസ് എന്നാണെന്ന് ലൈക്ക് ചോദിക്കുന്നുണ്ട് ഈ IP അഡ്രസ്സോ. അപ്പം എന്റെ കമ്പ്യൂട്ടർ ഞാനിപ്പോ നിങ്ങളെ കാണിച്ചല്ലോ IP-I അടിച്ച് കാണിച്ചു. എന്റെ കമ്പ്യൂട്ടറിന്റെ IP നിലവിലെ IP ആണ് 1.5 എന്നുള്ളത്. അത് ഇവിടെ കാണുന്നത് റൈറ്റ്. അപ്പൊ എന്റെ കമ്പ്യൂട്ടറിന് എന്തോ കാരണത്തിന് വേണ്ടിയിട്ട് എന്റെ വീട്ടിലുള്ള ലൈക്ക് ഇതിനോട് സംസാരിക്കണം റൈറ്റ്. എന്റെ വീട്ടിലുള്ള റൗട്ടറിനോട് സംസാരിക്കണം. അപ്പം അവിടെ നിന്ന് പുറപ്പെടുവിച്ചതാണ് ആർക്കാണ് 192.168.0.1 ഉള്ളത്
ഇന്ന ഒരു ആളിനോട് അത് പറയാൻ പറഞ്ഞു. ഇന്ന IP-യോട് അത് പറയാനായിട്ട് ഈ ഹോൾ നെറ്റ്വർക്കിനോട് ഫുൾ അങ്ങ് പറയുവാണ്. അപ്പൊ ഈ ഒരു റിക്വസ്റ്റ് ആർക്കൊക്കെ ചെന്നിട്ടുണ്ടാവും? എന്റെ ഫോണ് ഇപ്പൊ വൈഫൈയായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഫോണിൽ ചെന്നിട്ടുണ്ടായിരിക്കും. എന്റെ ഒരു വേറെ ലാപ്ടോപ്പ് ഈ ഒരു IP-യോടെ കണക്റ്റഡ്, ഐ മീൻ ഈ ഒരു റൗട്ടറായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ആ ലാപ്ടോപ്പിനും ഈ ഒരു മെസ്സേജ് ചെന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് ഇഗ്നോർ ചെയ്തോളും കേട്ടോ, അത് ഇഗ്നോർ ചെയ്തോളും. അത് ആവശ്യത്തിനുള്ള, അതായത് ആർക്കാണ് ഇത് കിട്ടേണ്ടത്, അർഹതപ്പെട്ടവർ മാത്രം ഇതിലേക്ക് തിരിച്ച് സംസാരിക്കത്തുള്ളൂ. അപ്പം അപ്പം അവിടുന്ന് ഇത് ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്തപ്പോഴത്തേനും ഈ IP ഉള്ള ആരാണോ, അതായത് 192.168.0.1 എന്ന് പറയുന്ന IP ആർക്കാണോ ഉള്ളത് അതേപോലെ എനിക്ക് തിരിച്ചൊരു വരും 192.168.1 ഇൻസൈഡ് ഇതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തിരിച്ച് അതിന്റെ മാക് അഡ്രസ്സിലൂടെ എനിക്ക് തിരിച്ച് റിപ്ലൈ വരും. എന്നിട്ട് ഇത് മാക് അഡ്രസ് ആണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ആ അഡ്രസ് വെച്ചിട്ട് നടക്കുന്നത്. അപ്പം ഇനി അഥവാ ഇങ്ങനെയാണ് നമ്മുടെ ഒരു IP അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് നമ്മുടെ പുറത്തോട്ട് ഇന്റർനെറ്റിലേക്ക് പോകുന്നത്. അപ്പൊ എപ്പൊ നിങ്ങളൊരു ഇപ്പൊ google.com അടിക്കാന്ന് വെച്ചോ, ഇപ്പൊ google.com അടിക്കുമ്പോഴത്തേക്കും google.comന്റെ IP തന്നെയാണ് 1427 അങ്ങനെ പറഞ്ഞ വേറൊരു IP ആണല്ലോ. അപ്പൊ എന്റെ കമ്പ്യൂട്ടർ ഈ നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസിനോടും ചോദിക്കും ആരുടെ കയ്യിലാണ് 147.0 അങ്ങനെ പറഞ്ഞ് ആ ഒരു IP ഉള്ളത്, അത് എന്റെ ലാപ്ടോപ്പിനോട് പറയാനായിട്ട് പോകും. എന്റെ ലാപ്ടോപ്പിനോട് പറയാനായിട്ട് പറയും. അങ്ങനെ നോക്കുമ്പോഴത്തേനും നമ്മുടെ നെറ്റ്വർക്കിൽ പെട്ട ഒരു IP എല്ലെന്ന് കാണുമ്പോൾ എന്റെ ലാപ്ടോപ്പ് എന്നാ ചെയ്യും, ഈ റൗട്ടറിലേക്ക് അത് ഫോർവേഡ് ചെയ്യും. എന്റെ റൗട്ടറിലേക്ക് അത് ഫോർവേഡ് ചെയ്യും ആ ഒരു റിക്വസ്റ്റ്. ഈ റൗട്ടർ ഇപ്പം ലെറ്റ്സ് വേറൊരു ഡിവൈസ് ലൈക്ക് ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്കിൽ ചിലപ്പം ഈ റൗട്ടർ ഞാൻ ഡ്രോ ചെയ്ത് കാണിക്കാം. അപ്പം ഇത് എന്റെ ഒരു ഡിവൈസ് ആണ്, ഇതെന്റെ റൗട്ടറാണ്. ഇതിലേക്ക് ഞാൻ ഒരു IP ഇത് കൊടുക്കും. നോക്കുമ്പോഴത്തേന് നമ്മുടെ നെറ്റ്വർക്കിൽ പെടുന്ന ഒരു IP അല്ല. അപ്പൊ ഈ റൗട്ടർ എന്നാ ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ ഈ റൗട്ടർ ചിലപ്പോൾ വെച്ചോ, ആ റൗട്ടറിന് പിന്നിലും ചിലപ്പം ഒരു ഡിവൈസ് കാണും. അപ്പൊ ചിലപ്പം ആ ഡിവൈസിന്റെ IP ആണെങ്കിൽ ചിലപ്പോൾ ആ റൗട്ടർ ഈ ഒരു നെറ്റ്വർക്ക് പാക്കറ്റ്സ്, ഈ ഒരു മെസ്സേജ് ഈ ഡിവൈസിലേക്ക് എത്തിക്കും. ഇനി അഥവാ ഈ റൗട്ടറിന്റെ ലൈക്ക് ഈ ഇത് കണക്റ്റഡ് ആയിരിക്കുന്ന, ഈ റൗട്ടർ കണക്റ്റഡ് ആയിരിക്കുന്ന ലൈക്ക് DHCP സെർവറിലല്ല, അല്ലെങ്കിൽ എന്താ DHCP സെർവർ DNS സെർവറിലല്ലെന്ന് വിചാരിക്കട്ടെ. അപ്പൊ ഈ ഒരു റൗട്ടർ നമ്മുടെ വീട്ടിലെ റൗട്ടർ ഏത് റൗട്ടർ വേറെ ഏതൊരു സെർവറിലോട്ടായിരിക്കും കണക്റ്റഡ് ആയിരിക്കുന്ന നമ്മൾ ISPയുടെ കണക്ട് ഇതുമായിട്ട്. ISP എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എല്ലാ ആവശ്യം എടുക്കുന്നെങ്കിൽ അവരുടെ ഒരു സെർവർ കാണും, ഇതിന്റെ സെർവർ കാണും, അവരിലേക്ക് കണക്റ്റഡ് ആക്കി. മനസ്സിലായോ? ഇതെങ്ങനെ മുന്നോട്ട് പോവാണ്. ഇപ്പൊ ISPയുടെ സെർവർ ചിലപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന IP ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് ഫോർവേഡ് ആവും. അങ്ങനെ അല്ലെങ്കിൽ അത് ഇങ്ങനെ ഫോർവേഡ് ആയാണ് DNS റെസൊല്യൂഷനിലൂടെ ഇങ്ങനെ ഫോർവേഡ്. ഇവിടെയാണ് DNS റെസൊല്യൂഷന്റെ ചെറിയൊരു ലൈക് പ്രാക്ടിക്കൽ എന്തെങ്കിലും കാണാനായിട്ട് സാധിക്കുന്നത്. ഫോർവേഡ് ആയാണ് നമ്മുടെ ഗൂഗിളിന്റെ മെയിൻ സെർവറിലേക്ക് എത്തുന്നത്. മനസ്സിലായി? അങ്ങനെയാണ് നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ. ഞാൻ ഇത് കഴിഞ്ഞ സെക്ഷനിൽ സൂചിപ്പിച്ചായിരുന്നു. നമുക്ക് IPs ഒക്കെ ഒരുപാട് കൂടി വരുമ്പോഴത്തേനും നമ്മുടെ റൗട്ടർ ഒരു പബ്ലിക് ഫേസിംഗ് IP-യും ഒരു പ്രൈവറ്റ് ഐ മീൻ ലോക്കൽ IP-യും കാണും. അപ്പം ഈ ലോക്കൽ IP-യിലായിരിക്കും നമ്മുടെ നെറ്റ്വർക്കിലുള്ള വളരെ ഡിവൈസ് ഒക്കെ സംസാരിക്കുക. ആ ലോക്കൽ IP-ന്ന് പബ്ലിക് IP വഴിയായിരിക്കും നമ്മുടെ റൗട്ടർ ഇന്റർനെറ്റിനോട് സംസാരിക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാം കണക്ട് ചെയ്യാം. നമ്മുടെ ലാപ്ടോപ്പ് ഒരു വൈഫൈയിലേക്ക് ജോയിൻ ചെയ്യുമ്പോഴത്തേനും ആ റൗട്ടർ പുള്ളിക്ക് DHCP സെർവർ വഴി IP അസൈൻ ചെയ്യുന്നു. ഏത് പ്രോട്ടോകോൾ വഴിയാ? DORA പ്രോട്ടോകോൾ വഴി. അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന പറയാം. പിന്നെ നമുക്ക് എന്തെങ്കിലും കണക്ഷൻസോ കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ നമ്മൾ google.com വരയ്ക്കുമ്പോഴത്തേനും ARP റിക്വസ്റ്റ് വഴി നമ്മുടെ ലാപ്ടോപ്പ് അതിന്റെ മാക് അഡ്രസ് കണ്ടുപിടിക്കാൻ നോക്കുന്നു. അങ്ങനെ ഇല്ലെങ്കിൽ DNS റെസൊല്യൂഷനിലൂടെ google.com ആവുന്നു. പിന്നെ അവിടെ ഒരു TCP ഹാൻഡ്ഷേക്ക് നടക്കുന്നു. എന്താണ് ലൈക്ക് SSL TCP ലൈക്ക് കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ആവുന്നു. HTTP റിക്വസ്റ്റ് കൊടുക്കുന്നു. പിന്നെ റെസ്പോൺസുകളൊക്കെ വരുന്നു. ഏകദേശം നെറ്റ്വർക്കിങ്ങിനെ പറ്റി ഒരു ഐഡിയ വന്നോ? വന്നെങ്കിൽ നമുക്ക് പരിപാടിയിലേക്ക് ഇറക്കാം, നമ്മുടെ വയർഷാർക്കിലേക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾ വയർഷാർക്ക് ഞാൻ സിമ്പിളി ആയ മുതലേ ഒന്ന് എടുക്കാമേ. മാറ്റിയേക്കാം. ടെർമിനൽ
യൂഷ്വലി ലിനക്സിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഞാനത് പെർമിഷൻസ് അധികം സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരിക. റൈറ്റ്, നിങ്ങൾ ലിനക്സിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സൂഡോ വയർഷാർക്ക് നടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വയർഷാർക്ക് എല്ലാം തന്നെ എടുക്കാൻ സാധിക്കും കേട്ടോ. ഇത് ഞാൻ പെർമിഷൻ സെറ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ചുമ്മാ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പൊ കാലി ലിനക്സ് ആണെങ്കിൽ ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് എടുത്താൽ മതി. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ലിനക്സിലാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടൊന്ന് റൺ ചെയ്യേണ്ടി വരുമായിരിക്കും. ഓക്കെ, അപ്പം അതെല്ലാവരും വേണമെങ്കിൽ എൻ്റെ കൂടെ തന്നെ ചെയ്തു പോകാൻ പോവുക. ഞാൻ സൂഡോ വയർഷാർക്ക് ഞെക്കി വയർഷാർക്ക് ഓപ്പൺ ആക്കുവാണ്. ഓക്കെ, അപ്പം വയർഷാർക്കിന്റെ ആദ്യത്തെ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെയാണ്. അപ്പം ഇതാണ് ആ ഒരു വയർഷാർക്ക് ഇന്റർഫേസ്. ഇവിടെ ലൈക്ക് ഫയലൊക്കെ ഓപ്പൺ ചെയ്യാം. ഈ ഫയലിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളാണ് challenge.pk എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ചലഞ്ച് ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇപ്പം വെബ്സൈറ്റിലൂടെ കടന്നിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ലൈക്ക് ഈ ഒരു ചലഞ്ച്, അതായത് ഇപ്പം ഞാൻ ചുമ്മാ ഒന്ന് ക്യാപ്ചർ ചെയ്യാമേ. ഇത്രയും ക്യാപ്ചർ ചെയ്തു, ക്ലോസ് ചെയ്തു, വേണം എനിക്ക് സേവ് ആസ് കൊടുക്കാം. കാരണം എന്താണെന്ന് അറിയോ, ഇപ്പം ഇമാജിൻ ഞാനൊരു നെറ്റ്വർക്കിൽ എന്തെങ്കിലും ഇഷ്യൂ കണ്ടുപിടിച്ചെന്ന് വിചാരിച്ചോ. റൈറ്റ്, ഇഷ്യൂ കണ്ടുപിടിച്ചാൽ ഞാൻ അനാലിസിസ് നടത്തിയിട്ട് എനിക്ക് മേ ബി എന്റെ സീനിയർക്കോ അല്ലെങ്കിൽ എന്റെ വേറെ ഏതെങ്കിലും ആളുമായിട്ട് ഷെയർ ചെയ്യണം ഈ നെറ്റ്വർക്കിന്റെ കാര്യങ്ങളല്ല. അപ്പൊ നമ്മൾ ഇതിനെ ഒരു സേവ് ആക്കി കൊടുക്കുന്നത് ഒരു pcap ഫയലായിട്ടായിരിക്കും ഇത് സേവ് ആവുക. റൈറ്റ്, pcap ഫയൽ മീൻസ് ലൈക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് കാണിക്കാം. ലൈക്ക് മൈ അനാലിസിസ്, റൈറ്റ്, ലൈക്ക് ഇഫ് ഐ ടേക്ക് ഇറ്റ്, ഇവിടെ മൈ അനാലിസിസ്.pk എന്ന് പറഞ്ഞൊരു ഫയൽ വന്നു. ഇത് നിങ്ങൾ വയർഷാർക്കിൽ ആരെങ്കിലും ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഞാൻ എടുത്ത ഇത്രയും തന്നെ, അതായത് ഞാൻ എടുത്ത ഇത്രയും ലൈക്ക് നെറ്റ്വർക്കിന്റെ പാക്കറ്റ്സുകളും അല്ലെങ്കിൽ ആ ഒരു ട്രാഫിക്കും നിങ്ങൾക്കും കാണാൻ സാധിക്കും. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് ഇതാണ് ഒരു വയർഷാർക്കിന്റെ ഇത് വരിക. റൈറ്റ്, അപ്പം ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ലൈക്ക് ഏതാണ് ഇവിടെ ഞാൻ സേവ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പുതിയൊരു ഇതായിട്ട് എടുക്കാം കേട്ടോ. പുതിയൊരു ഫയൽ ഇവിടെ സേവ് ചെയ്തിട്ട് എടുക്കാം. ഇവിടെയാണ് നിങ്ങൾക്ക് ലൈക്ക് ആ ഒരു ഹോൾ TCP/IP മോഡൽ കാണാൻ പറ്റുക. ഇവിടെയാണ് നിങ്ങളുടെ ആ ഒരു പാക്കറ്റ്സിന്റെ ഡീറ്റെയിൽസ് ആണ്, അത് ബൈറ്റ്സിലായിരിക്കും ഇവിടെ കാണുന്നത് കേട്ടോ. അത് നമുക്ക് കുറച്ച് നോക്കാം. ആൻഡ് വേറെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പാക്കറ്റ് നമ്പർ ഉണ്ട്, എത്ര പാക്കറ്റ് ഇവിടെ വന്നു എന്നൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ എത്ര പാക്കറ്റ് നിങ്ങളുടെ നെറ്റ്വർക്കിലൂടെ കടന്നുപോയി. റൈറ്റ്, അപ്പം ഫയലിന്റെ നെയിമൊക്കെ ഇവിടെ പാക്കറ്റിന്റെ ഡീറ്റെയിൽസ് ആണ്. റൈറ്റ്, അങ്ങനെയൊക്കെ കാണിക്കുന്നതാണ് ഈ ഒരു സോഴ്സ്. പിന്നെ ഇത് പാക്കറ്റുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ. റൈറ്റ്, പിന്നെ ഇവിടുത്തെ ഒരു കാര്യമാണ് ഈ പല കളറുകളുണ്ടോ, ലൈക്ക് ഒരു ബ്ലൂയിഷ് ഇതാണെങ്കിൽ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ അല്ലെ, ലൈക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇനി അഥവാ ഇവിടെ റെഡ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ചില സമയത്ത്. എന്ന് പറഞ്ഞാല് എന്തെങ്കിലും പാക്കറ്റ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ റെഡ് കളറിലാകാം, അല്ലെങ്കിൽ വാർണിംഗ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പല കളറിലായിട്ട് കാണിക്കാം. അത് കളേഴ്സ് എന്താണെന്ന് നമുക്ക് പറയാം കേട്ടോ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. റൈറ്റ്, ആൻഡ് അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾ വ്യൂ പോയിട്ട് ഇതിനകത്ത് ഒരു സാധനമുണ്ട് കളറിംഗ് റൂൾസ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതുണ്ടോ, അപ്പം ഇവിടെ ഒരു ബാഡ് TCP അല്ലെങ്കിൽ TCPക്ക് ഒരു പ്രശ്നം പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ള TCP ആണ് വന്നതെങ്കിൽ അതൊരുമാതിരി ലൈക്ക് റെഡ് ടെക്സ്റ്റും ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ വരുന്നു. പിന്നെ ഇത് ഓരോ തരത്തിലുള്ളതാണ്. ആർപ്പിന് ഈ ഒരു കളറായിരിക്കും, അല്ലെ ICMPക്ക് ഈ ഒരു കളറായിരിക്കും. റൈറ്റ്, TCP റീസെറ്റ്, അതായത് നമ്മൾ പറഞ്ഞ ഒരു കണക്ഷൻ ടെർമിനേറ്റ് ആകുമ്പോഴത്തേനും ഈ ഒരു കളറായിരിക്കും വരിക. റൈറ്റ്, ഇതൊരു ജസ്റ്റ് ഒരു കളറിംഗ് റൂൾ ആണ്, നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി മാത്രം കേട്ടോ. നിങ്ങൾക്കിപ്പം വേറെ രീതിയിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം, അതായത് ലൈക്ക് ഇത്ര UDP മാത്രം നിങ്ങൾക്ക് വേറെ രീതിയിൽ അനലൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് കളർ കൺവേർഷൻ എന്നൊക്കെ, കളറൈസ് കൺവേർഷൻ പ്രൊണൗൺസിയേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഇപ്പൊ UDP എടുത്തിട്ട് നിങ്ങൾക്ക് കളർ മാറ്റുവാണെങ്കിൽ ഇതുണ്ടോ വേറെ കളറിലേക്ക് മാറും. കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് UDP വെച്ചിട്ട് അതേ കോൺവെർസേഷൻ ആണ്, അല്ലെങ്കിൽ വേറെ പ്രശ്നമില്ലാത്തതാണെങ്കിൽ അതേ കളർ വരും. അല്ലെങ്കിൽ ചില സമയത്തൊക്കെ കളേഴ്സിന് അത്ര കറക്റ്റ് ആയിട്ട് ഫിൽട്ടർ ചെയ്യാത്ത സമയങ്ങളുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇനിയും നിങ്ങൾ കൂടുതലും ശ്രദ്ധിക്കുക. ഇവിടെ വരുന്ന നമ്മൾ ഇനി പാക്കറ്റ് അനാലിസിസിലേക്കാണ് വരിക. അല്ലെ, പാക്കറ്റ് അനാലിസിസ് വരുമ്പോഴത്തേക്കും ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഞാനൊരു പാക്കറ്റ് അനാലിസിസ് നടത്തി, അതിനകത്ത് ലെറ്റ്സ് ഇപ്പം എത്ര പാക്കറ്റ്സ് ഉണ്ട്, 500 അല്ലേ.
500ാമത്തെ പാക്കറ്റിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, നിങ്ങൾ നോക്കണം എന്ന് ഒരാൾ പറയുവാണെങ്കിൽ നമുക്ക് സിംപിളി ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഗോ ഞെക്കാം. ഗോ ഞെക്കി ഗോ ടു പാക്കറ്റ് ഞെക്കുന്നു. ഗോ ടു പാക്കറ്റ് ഞെക്കി പാക്കറ്റ് നമ്പർ 500 ഗോ ടു പാക്കറ്റ് ആൻഡ് വി കുഡ് ഗെറ്റ് ദാറ്റ് പാക്കറ്റ്. സി ഇറ്റ്സ് സിംപ്ലി ലൈക്ക് ഞാൻ നിങ്ങൾ നാവിഗേഷനും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുക. നാവിഗേഷൻ അങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ ഉദ്ദേശിച്ചു വരിക. കാരണം നിങ്ങൾ ടാസ്ക് ചെയ്യുമ്പോഴത്തേനും ഇതൊക്കെ ഉപകാരപ്രദമാണ്. നോ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാല് ലൈക്ക് ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ടാണോ പോകുന്നത്, അതോ ഈ ഒരു പീസ് കൊള്ളാമോ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയാമുണ്ടോ? ലൈക്ക് നോ അത് അങ്ങനെ ഒരു ഇതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പാക്കറ്റ് നമ്പറിനേക്കാൾ ഉപരി നിങ്ങൾക്ക് കാണേണ്ടതെന്ന് പറഞ്ഞാല് എന്താണ് പറയാ, ഇപ്പൊ ഒരു പാക്കറ്റിനകത്ത് എക്സ്ചേഞ്ച് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ലൈക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഫൈൻ പാക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഫൈൻ പാക്കറ്റ്. ഇപ്പൊ ഫൈൻ പാക്കറ്റിനകത്ത് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് പാക്കറ്റ് ലിസ്റ്റ് ആണെന്ന് പറഞ്ഞു, ഇത് പാക്കറ്റ് ഡീറ്റെയിൽസിന്റെ കാര്യമാണെന്ന് പറഞ്ഞു, ഇത് പാക്കറ്റിന്റെ ബൈറ്റ്സിന്റെ കാര്യമാണെന്ന് പറഞ്ഞു. ഇപ്പൊ ലെറ്റ്സ് ഞാൻ പറയുവാണ് പാക്കറ്റ് ലിസ്റ്റിനകത്ത്, ഈ ലിസ്റ്റിനകത്ത് ഒന്ന് ഒരു സ്ട്രിങ് ലൈക്ക് ഒരു സ്ട്രിങ് വാല്യൂ ലൈക്ക് സ്ട്രിങ്ങിൽ ആയിരിക്കുമല്ലോ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എനിക്കൊന്ന് കാണിക്കാൻ സാധിക്കുന്ന രീതിയിൽ? അല്ല UDP തന്നെയാണല്ലേ. ആപ്ലിക്കേഷൻ എവറിത്തിങ് ഇസ് ഫൈൻ. ഓക്കെ, ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്നുകൂടെ ക്യാപ്ചർ ചെയ്യുക. ക്യാപ്ചർ ചെയ്തിട്ട് ഞാനത് google.com വരെയൊക്കെ ഒന്ന് പോട്ടെ. അല്ല ജിമെയിൽ ജിമെയിലൊക്കെ വിസിറ്റ് ചെയ്യുന്നു ആൻഡ് കം ബാക്ക് ടു ദാറ്റ്. ക്യാപ്ചർ ക്ലോസ് ചെയ്യുന്നു. റൈറ്റ്, ഞാൻ എഡിറ്റ് ചെയ്ത് പാക്കറ്റ് ഫൈൻഡ് ചെയ്യുവാണ്. ലെറ്റ്സ് സേ google.com സെർച്ച് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോഴത്തേനും അതിന്റെ ആദ്യത്തെ ഇതുണ്ട് പാക്കറ്റ് ലിസ്റ്റിൽ എവിടെയാണോ google.com ഉള്ളത് അതെല്ലാം ഫൈൻഡ് ചെയ്യും. റൈറ്റ്, അവിടെ എല്ലാം കണ്ടുപിടിക്കുന്നുണ്ട്. കണ്ടോ, ഇതാണ് പാക്കറ്റ് ലിസ്റ്റിന്റെ ആണ്. ഇനി പാക്കറ്റ് ഡീറ്റെയിൽസിന്റെ പേജിൽ പോവുകയാണെങ്കിൽ ലൈക്ക് അവിടെ ലൈക്ക് ലെറ്റ്സ് ഡൊമൈൻ നെയിം റെസ്പോൺസ് ആണ് എനിക്ക് കാണേണ്ടത്, അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് എൻ്റർ അടിക്കുമ്പോഴത്തേനും ഇവിടെ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം വന്നു. ആദ്യത്തെ ലൈക്ക് ഡീറ്റെയിൽസ് ഉണ്ടോ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെറിയ രീതിയിൽ നാവിഗേറ്റ് ചെയ്യുന്നത്. അത് ഞാൻ കണ്ടുപിടിക്കുന്ന വെച്ചാൽ എഡിറ്റ് ഫൈൻ പാക്കറ്റ് അങ്ങനെയുള്ള. ഈ PPT ഞാൻ ഷെയർ ചെയ്തേക്കാം. PPTക്ക് അത് ഓൾറെഡി ഞാൻ എന്റെ ഇതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് അതിന്റെ കാര്യം. പിന്നെ നിങ്ങൾക്കിപ്പം അഥവാ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ വേറെ ആൾക്ക് സെൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാം. ഈ ഒരു പാക്കറ്റ് എടുത്ത് ലൈക്ക് ഈ ഒരു പാക്കറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് എഡിറ്റ് വെച്ചു. എഡിറ്റ് പാക്കറ്റ് കമന്റ് ഒക്കെ ഞെക്കി കഴിഞ്ഞാൽ ആഡ് ന്യൂ കമന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാക്കറ്റിൽ നമുക്ക് കമന്റ്സ് ഒക്കെ ആഡ് ചെയ്യാം. ദിസ് ഈസ് എ കമന്റ്. ഇതൊക്കെ ജസ്റ്റ് ബേസിക് കാര്യങ്ങളാണ്, ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. ജസ്റ്റ് എന്തോ പറയുന്നേ ഉള്ളൂ, പറഞ്ഞു. ഓക്കെ, ഇനി വരുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ലെറ്റ്സ് സേ ഞാനൊരു HTML വെബ്സൈറ്റ് ആക്സസ് ചെയ്യാം. ക്യാപ്ചർ ചെയ്യാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. കണ്ടിന്യൂ വിത്ത് സേവിങ്. ഞാൻ പോയി നമ്മുടെ മ്യൂലേണിന്റെ തന്നെ സോറി ബട്ട് ദാറ്റ് എനിവേസ് ഞാൻ മ്യൂലേണിന്റെ ഇത് ആക്സസ് ചെയ്തായിരുന്നു. ഞാനത് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്തിട്ട് ലെറ്റ്സ് സേ ഐ എം ഫൈൻഡിങ് എ പാക്കറ്റ്. ആ ഒരു HTTP എനിക്ക് ഡൗൺലോഡ് ചെയ്യാമെന്ന് വെച്ചു. ഫൈൻഡ് എ പാക്കറ്റ് ഞാൻ ഹൈപ്പർ ടെക്സ്റ്റ് ഞെക്കി, അല്ലെങ്കിൽ മ്യൂലേൺ സൈബർ സെക്യൂരിറ്റി ബൂട്ട് ക്യാമ്പ് എന്നുള്ള ഒരു HTTPസിലേക്ക് പോകുന്നു. ആൻഡ് ഗോട്ട് ഇറ്റ്. DNS ഇതെല്ലാം DNS തന്നെയാണ് വരിക. ഈ ഒരു പാക്കറ്റ് എടുത്തു. ഇതെല്ലാം DNS ആണ് വരുന്നത്. സോറി ഗൈസ്, ഒരു ചെറിയ ബ്ലോക്കർ ഉണ്ട്. ഓക്കെ, ഞാനൊരു പാക്കറ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റി കാണിക്കാൻ ഉദ്ദേശിക്കുമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് നമുക്ക് വരുന്നില്ല. നമുക്ക് മുന്നോട്ട് പോവാം. റൈറ്റ്, ആൻഡ് സംടൈംസ് ഞാനൊരു ഇത് ഓപ്പൺ ചെയ്യാം. ലെറ്റ്സ് മൂവ് ഫോർവേഡ്. ഉദ്ദേശിച്ച ഒരു കാര്യം നടക്കുന്നില്ല.
നൗ ആൻഡ് പോസിബിളി ഇതൊക്കെയാണ് ഇതിൽ ചെയ്യാനായിട്ടുള്ളത്. ആൻഡ് അനദർ തിങ് ഈസ്, ഇപ്പം നിങ്ങൾ ആലോചിക്കുകയാണ് ഒരു സിംപ്ലി പുട്ട് ഒരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഒരു സോഴ്സ് ഇതുണ്ട്, ഒരു സോഴ്സ് IP ഉണ്ട്, റൈറ്റ്? അപ്പൊ ആ ഒരു IP മാത്രം നിങ്ങൾക്ക് വാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് ലൈക്ക് ഇവിടെ ഒരു സംഗതി ഉണ്ട്, അപ്ലൈ ആസ് ഫിൽട്ടർ എന്ന് പറഞ്ഞുകൊണ്ട്, റൈറ്റ്? അപ്പം അപ്ലൈ ആസ് ഫിൽട്ടർ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ IP വെച്ചിട്ട് കോൺവെർസേഷൻ നടന്ന കാര്യങ്ങൾ മാത്രം, ഐ മീൻ സോഴ്സ്, ആ IP വെച്ചിട്ട് സോഴ്സിൽ കോൺവെർസേഷൻ നടന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് നോക്കാം. മനസ്സിലായോ? അതൊരു ലൈക്ക് വൈശാഖിന്റെ ഒരു ഗുണമാണ്. അത് നിങ്ങൾക്ക് ഫിൽട്ടർ ആയിട്ട് ഉപയോഗിക്കാം, റൈറ്റ്? പിന്നെ വരുന്ന ഒരെണ്ണമാണ് ഇപ്പൊ കോൺവെർസേഷൻ ഫിൽട്ടറിൽ ഒരെണ്ണമാണ് കോൺവെർസേഷൻ ഫിൽട്ടർ എന്ന് പറയാം. അപ്പം ഇവിടെ നിങ്ങൾക്ക് TCP ഉണ്ട്. ഇപ്പം ഈ ഒരു ലൈക്ക് സോഴ്സിന്റെ ഇത് ഞാൻ കണ്ടു, എനിക്ക് ഇതിനകത്ത് ലൈക്ക് ക്വിക്ക് അല്ലെങ്കിൽ TCP മാത്രം കാണണം. അപ്പൊ TCP മാത്രം കാണണമെങ്കിൽ ഞാൻ ഇതൊരു ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്നു, ഇവിടെ കോൺവെർസേഷൻ ഫിൽട്ടർ വന്നു, ഇവിടെ എനിക്ക് TCP ഞെക്കുവാണെങ്കിൽ ആ കൂടെ TCP മാത്രമേ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം അതാണ് സംവാട്ട് ലൈക്ക് ഫിൽട്ടറിംഗ് പ്രോസസ്സും ഫിൽട്ടറിംഗ് പ്രോസസ്. ഇതൊക്കെ എന്തുകൊണ്ടാണ് കാണിക്കുന്നത് വെച്ചാൽ സിംപ്ലി പുട്ട് ലൈക്ക് നിങ്ങൾ നെറ്റ്വർക്ക് അനലൈസ് ചെയ്യുന്ന വരുമ്പോഴത്തേനും ഇങ്ങനെയൊക്കെയാണ് ലൈക്ക് നാവിഗേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഓരോന്നും ഉദ്ദേശിക്കുന്ന ഇങ്ങനെയാണ്. പിന്നെ വരിക എന്ന് പറയുന്നത് ലൈക്ക് പ്രിപ്പയർ ആസ് ഫിൽട്ടർ എന്നുള്ള ഇതാണ്. അതായത് അഥവാ ഇപ്പം ലെറ്റ്സ് എനിക്ക് ഓപ്പൺ ചെയ്യേണ്ടത് ഈ ഒരു ഇതാണ്, ഒരു പാക്കറ്റ് നടന്നു, ഇവിടെ എന്താണ് നോട്ടിഫൈ HTTP എന്ന് പറഞ്ഞുള്ള ഒരു ആരോ ആക്സസ് ചെയ്ത ഒരു കാര്യമാണ്. ഇതിനെ എനിക്ക് ഫോളോ ചെയ്തോ, അത് അവസാനിക്കുന്നതിനെ പറ്റി എനിക്കൊന്നറിയാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേന് ഇവിടെ എനിക്ക് ഫോളോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഫോളോ ലൈക്ക് PTP സ്ട്രീം. അപ്പം ഇങ്ങനെ ഫോളോ ചെയ്യുമ്പോഴത്തേനും ഇവർ സെൻഡ് ചെയ്ത് ബാക്ക് ആൻഡ് ഫോർത്ത് സെൻഡ് ചെയ്ത കാര്യങ്ങളെല്ലാം എനിക്ക് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ആൻഡ് അനദർ തിങ് ഈസ്, ഞാൻ ഇവിടെ ഒരു ഫോട്ടോ പോലൊരു കാര്യം വെച്ചായിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതായത് ഇതിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് അവിടെ നിന്ന് ആ ഒരു ട്രാൻസ്മിഷനിൽ നിന്ന് തന്നെ അതിന്റെ ബൈറ്റ്സിൽ നിന്ന് ആ ഫോട്ടോസ് എല്ലാം എടുത്ത് ആ ഒരു ഫോട്ടോസിന്റെ ബൈറ്റ്സ് ഒന്ന് കൺവേർട്ട് ചെയ്ത് ഒരു PNG ഫയലിലോട്ട് ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ലിറ്ററലി ആ ഫോട്ടോ കാണാമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ഫോർ സം റീസൺ ഇറ്റ്സ് നോട്ട് കമ്മിങ് ഔട്ട്. സോറി ഫോർ ദാറ്റ് ഗൈസ്. സോ ബേസിക്കലി അത്രയാണ് വൈർഷാർക്കിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ലൈക്ക് ഞാൻ നാവിഗേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു, ഇച്ചിരിയും കൂടെ എനിക്ക് ഇൻഡെപ്ത് പോകണമെന്നുണ്ടായിരുന്നു, ഞാൻ ഉദ്ദേശിച്ച പോലെ ചില കാര്യങ്ങളൊന്നും വരുന്നില്ല. സോറി അബൌട്ട് ദാറ്റ്. ആൻഡ് ചലഞ്ചസ് ഇപ്പം ആക്റ്റീവ് ആകും, അതായത് ഈ ഒരു മീറ്റിംഗ് കഴിയുന്നതോടുകൂടി നിങ്ങളെ വൈർഷാർക്കിന്റെ ചലഞ്ചസ് ആക്റ്റീവ് ആകും. നിങ്ങൾക്ക് അതിനകത്ത് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഒരു PK ഫയലാണ് അത്, നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ അതിനകത്ത് ഈ വൈർഷാർക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഞാനിപ്പം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെയാണ് അതിനകത്തുള്ളത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് നോട്ട് കമ്മിങ് അപ്പ്. ദാറ്റ്സ് ദ ഇഷ്യൂ റൈറ്റ് ഹിയർ. ഓക്കെ, ഐ ഗെസ് ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. ഓക്കെ, കൂൾ. എനിവേസ് നമുക്ക് ചാലഞ്ചസ് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഹൗ മെനി സർവീസസ് ആർ റണ്ണിങ് ഓൺ ഈ ഒരു സെർവർ എന്നാണ്. അപ്പോ ലൈക്ക് ലെറ്റ് മീ ജസ്റ്റ് കോപ്പി ദിസ്. നമ്മൾ ടെർമിനൽ എടുക്കുന്നു, nmap റൈറ്റ്. ഞാൻ പുതിയൊരു വിൻഡോ എടുക്കാമേ. ഓക്കെ, ഈ വിൻഡോ എടുത്തു. ആദ്യം തന്നെ nmap -st ഇങ്ങനെ ഒരു IP-ലേക്ക് ഞെക്കുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ TCP സിം സ്കാൻ ആണ്, നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാം ലൈക്ക് കിട്ടും. ആൻഡ് മേ ബി നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് 100 പോർട്ട് വെക്കണമെങ്കിൽ -f വെക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ആദ്യത്തെ 1000 പോർട്ട്, എന്തൊക്കെയാണ് ഫേമസ് 1000 പോർട്ട് നോക്കും. നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ലൈക്ക് സി ഏതൊക്കെ സർവീസ് ആണ് ഓടുന്നതാണ് അല്ല. 3 റണ്ണിങ് and 1 close. How many services are running? And it's closed for some reason. 4. Let me sort it. Right. Services run. I mean, the thing is, state close എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചിലപ്പം ഇതാണ്, അതായത് അതിന്റെ ഫയർവാൾ ലൈക്ക് അതിനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഫയർവാൾസ് കാരണം, ഫയർവാൾസ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്ത് വെക്കണം. ക്ലോസ് ഡസന്റ് മീൻ അത് ലൈക്ക് സർവീസ് ഇല്ല എന്നുള്ളതല്ല. ഓക്കെ, ആൻഡ് ദ തിങ് ഈസ്, ഒരു സർവീസ് റണ്ണിങ് അല്ലെങ്കിൽ അവിടെ നമ്മൾ ഒരിക്കലും ഈ ഒരു സർവീസിൽ പോലും, ഐ മീൻ ലിസ്റ്റിൽ പോലും കാണിക്കത്തില്ല. ഓക്കെ, ക്ലോസ് മീൻസ് സംതിങ് ലൈക്ക് എന്തെങ്കിലും ഫയർവാളോ അല്ലെങ്കിൽ എന്തിന്റെയും ഒക്കെ കാര്യത്തിൽ അത് ഓപ്പൺ ആണ്, പബ്ലിക്കിന് വേണ്ടി ആക്സസിബിൾ അല്ല എന്നാണ് വരിക.
Okay. Yeah. And another thing is next ഇതിലേക്ക് വരുമ്പോൾ yeah, what about filter? Yeah, filter similar or like firewalls അല്ലെങ്കിൽ എന്തെങ്കിലും ലോഡ് ബാലൻസർ സംതിങ്, അതായത് നമ്മുടെ ഡയറക്റ്റ് ആ പോർട്ടിലേക്ക് ആക്സസ് ചെയ്യാതെ എന്തോ ഉണ്ടെന്നാണ്. അപ്പം മോസ്റ്റ് പ്രോബബ്ലി ഫയർവാൾ തന്നെ ആയിരിക്കും അത്. ക്ലോസ്ഡ് മീൻസ് ചില സമയത്ത് ഫോൾസ് പോസിറ്റീവ് ആയിട്ട് വരും ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത്. കാരണം ഞാനിപ്പം ആ ഒരു എടുത്തിട്ട് okay, it's closed actually. It's not running. But actually, okay. One second. I guess it's not supposed to be like that. Okay, yeah. I guess in this case, yes, you are like correct. In the sense, 443 പഠിച്ചപ്പോഴത്തേനും ആ സർവീസ് റൺ ആകുന്നില്ല, ബട്ട് 80 it was running. Right, but initially set up everything was like running smoothly. For some reason അത് വന്നില്ല. Yeah, some issues are happening, right? Okay. Either case, guys, initially filtered എന്ന് പറയുമ്പോഴത്തേനും okay, Nmap can identify. Yeah, the thing is ചില സമയത്ത് Nmap നമ്മൾ കണ്ടല്ലോ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ Nmapന് എന്ന് പറഞ്ഞാൽ ചെറിയ അത് ഉപയോഗിക്കും. ഫിൽട്ടർ മെത്തഡ് പോട്ടെ, ഓരോരോ മെത്തഡോളജിയിലായിരിക്കും അത് ഉപയോഗിക്കുന്നത്. ലൈക്ക് ഇത് ചെയ്ത് നോക്കാം, അത് ചെയ്ത് നോക്കാം, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു ഐഡിയ കിട്ടി. അതിൽ നിന്നൊരു പ്രോബിലിറ്റി ഉൾക്കൊണ്ടായിരിക്കും Nmap പറയുന്നത് ഇത് ക്ലോസ് ആണ്, ഇത് ഓപ്പൺ ആണ്, ഫിൽട്ടർ ആണെന്നുള്ളത്. ആൻഡ് ദ തിങ് ഈസ് ഈ ഒരു കാര്യത്തിൽ ലൈക്ക് വിശാൽ ലൈക്ക് യു ആർ കറക്റ്റ് ആയിരുന്നു. കാരണം ഞാൻ എന്തുകൊണ്ടാണ് ലൈക്ക് അത് ക്ലോസ്ഡ് അല്ല 3 റണ്ണിങ് ആൻഡ് 1 ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഞാൻ അത് ക്ലോസ്ഡ് ആയ ഫയർവാൾ കാരണമായിരിക്കും എന്ന് പറഞ്ഞത് കാരണം ഞാൻ തന്നെയാണ് സെറ്റപ്പ് ചെയ്തത്. ലൈക്ക് 443 ആക്ച്വലി ലൈക്ക് ഹെവി സർട്ടിഫിക്കറ്റും HTTPS സർട്ടിഫിക്കറ്റ് ഉള്ളതായിരുന്നു. ഫോർ സം റീസൺ ഇറ്റ്സ് നോട്ട് കമ്മിങ്. ആൻഡ് യെസ്, ദിസ് കേസ് യെസ് യു ആർ കറക്റ്റ്. 3 റണ്ണിങ്ങും 1 ക്ലോസ്ഡും ആണ്. 443 ഓടുന്നില്ല, അത് കറക്റ്റ് ആണ് കേട്ടോ. Now about the services, like port 5000 ഏത് സർവീസ് ആണ് ഓടുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ബേസിക് ഈ ഒരു -ST എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം വരണമെന്നില്ല, ആ ഒരു ഇത് വരണമെന്നില്ല. അപ്പൊ -SV എന്നൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേനും സർവീസ് സ്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് -SV നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ ഈ UP-NP എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇതായിരിക്കുകയല്ല വരിക. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഫോൾസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തതാണ് Nmap. ഇപ്പൊ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് HTTP ആണെന്നുള്ളത്. HTTP ഐഡന്റിഫൈ ചെയ്തു, ലൈക്ക് സബ്മിറ്റ് ചെയ്തു, ഇറ്റ് വുഡ് ബി കറക്റ്റ്. ഓക്കെ, കറക്റ്റാണ്, ഒരു സംശയമില്ല. ഓക്കെ, നൗ ലെസ് ലോഗ്സ് എന്ന് പറഞ്ഞാൽ യു ആർ ടാസ്ക്ഡ് വിത്ത് ഫൈൻഡിങ് സം സ്കെച്ചി ഡൊമൈൻസ് ഓഫ് ആൻ enemy country. യു ഹാവ് ലിസ്റ്റ് ഔട്ട് പൊട്ടൻഷ്യൽ ടാർഗറ്റ്സ് ഫ്രം ദ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിൽ നിന്ന് പൊട്ടൻഷ്യൽ ടാർഗറ്റ് കണ്ടുപിടിക്കണം. പക്ഷെ അവര് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പാടില്ല, അവർ ഹോസ്റ്റ് ലോഗ് ചെയ്യാൻ പാടില്ല. ഏത് ഫ്ലാഗ് ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യാന്നുള്ളത്? അതെ, -SL ബിക്കോസ് നമ്മൾ റിവേഴ്സ് മാപ്പിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അപ്പം ഡൊമൈൻ റിവേഴ്സ് ഡൊമൈൻ അല്ല DNS. ഓക്കെ, DNS റെസൊല്യൂഷൻ ആയി നമ്മൾ ഉദ്ദേശിക്കാം. അങ്ങനെ വരുമ്പോഴത്തേനും -SL ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് ഇതാണെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് എല്ലാം ഓക്കെ അല്ലേ? ഓൾ ഗുഡ്, വേറൊന്നുമില്ല. പിന്നെ നെറ്റ്വർക്കിങ്ങിന്റെ ആദ്യത്തെ കുറച്ച് ഭാഗം ഒന്നും എടുക്കണമെന്ന് പറയുന്നു. ലൈക്ക് അതേത് ഭാഗം തൊട്ടാണ് വേണ്ടേ? ആദ്യം മുതലേ എടുക്കട്ടെ? Shall we start? Okay. The thing is, so networking, right? Networking inde ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രം സീറോ ഒരു ചെറിയൊരു ബ്രീഫ് ഹിസ്റ്ററി തന്നിട്ടാണ് ഞാൻ തുടങ്ങിയത്. ആൻഡ് തിങ് ഈസ്, okay, let me just start up. ആൻഡ് ഞാനിപ്പം ഉപയോഗിക്കുന്ന ഒരു ഒബ്സിഡിയൻ എന്ന് പറഞ്ഞൊരു ടൂളിനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇൻ ദ ടുവേർഡ്സ് ദ എൻഡ്. ഓക്കെ, നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. എസ്പെഷ്യലി ലൈക്ക് സൈബർ സെക്യൂരിറ്റി ആൻഡ് AI, റൈറ്റ്? AI എന്ന് പറയുന്ന മേഖല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വാസ്റ്റ് ആണ്, ഇഷ്ടംപോലെ ടോപ്പിക്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇച്ചിരി പാട് വരും. അപ്പൊ ഞാൻ റീസെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു നോട്ട് ടേക്കിംഗ് ടൂളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങളെ. റൈറ്റ്, അപ്പം അതിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി, അതിന്റെ അല്ല, ലൈക്ക് അതിന്റെ നെറ്റ്വർക്കിങ്ങിന്റെ ഒരു ഹിസ്റ്ററി വരാം. അതിനുശേഷം ആ ടൂളിനെ പറ്റി ഞാൻ പറയാം കേട്ടോ. ഓക്കെ, ഫ്രം നെറ്റ്വർക്കിംഗ് അല്ലെ, നെറ്റ്വർക്കിംഗ് ഫണ്ടമെന്റൽസ്.
അപ്പം നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോഴത്തേനും നത്തിങ് ബട്ട് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ. നെറ്റ്വർക്ക്സിൽ കമ്പ്യൂട്ടേഴ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നു, പ്രത്യേകിച്ച് കാര്യങ്ങളെല്ലാം നടക്കുന്നു. ലൈക്ക് സാധാരണ പോലെ സംസാരിക്കും. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്ത പോലെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് സംഗതികളൊക്കെയാണ്. ദ തിങ് അബൌട്ട് കമ്മ്യൂണിക്കേഷൻ റൈറ്റ്, നമ്മുടെ ഡിവൈസ്, അതായത് നമ്മുടെ ലാപ്ടോപ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫോൺസ്, നമ്മുടെ ട്രാഫിക് ഉത്പാദിപ്പിക്കുന്ന ആ ഡിവൈസുകളെ നമ്മൾ എൻഡ് ഹോസ്റ്റ് എന്നാണ് പറയുന്നത്. എൻഡ് ഹോസ്റ്റ് റൈറ്റ്. ഇതൊക്കെ വലിയ കാര്യമുള്ള കാര്യമല്ല, ജസ്റ്റ് മനസ്സിലോർത്ത് വെക്കാം കേട്ടോ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് നോട്ട്സ് ആണ്. അതാണ് റൗട്ടേഴ്സും കാര്യങ്ങളൊക്കെ. എൻഡ് ഹോസ്റ്റ് ആണ് നമ്മൾ ഡിവൈസുകളെ വിളിക്കുക. റൗട്ടേഴ്സ് അല്ലെങ്കിൽ സ്വിച്ചസ് നടക്കുക ചെയ്യുന്ന കാര്യത്തിനൊക്കെ നമ്മൾ ഇന്റർമീഡിയറ്റ് നോട്ട്സ് ആണ് വെക്കാം. ഓക്കെ, കൂൾ. അതിനുശേഷം നമ്മുടെ ഡേറ്റ ട്രാവൽ ചെയ്യുന്ന രണ്ട് രീതി, അല്ലെങ്കിൽ മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന രണ്ട് രീതികളെ പറ്റിയാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് സർക്യൂട്ട് സ്വിച്ചിങ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് പാക്കറ്റ് സ്വിച്ചിങ്. വലുതാക്കാം. സർക്യൂട്ട് സ്വിച്ചിങ് ആൻഡ് പാക്കറ്റ് സ്വിച്ചിങ്. സർക്യൂട്ട് സ്വിച്ചിങ് ഈസ് റൈറ്റ്, പണ്ടത്തെ കാലത്ത് നമുക്ക് ഇന്റർനെറ്റ് ഒന്നും അധികം ഉപയോഗിക്കേണ്ടി വരാഞ്ഞ സമയത്തൊക്കെ ആൾക്കൂടെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ ഉപയോഗിക്കുന്നുള്ളായിരുന്നു. ഓക്കെ, വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉപയോഗിക്കുന്നുള്ളായിരുന്നു. അതിന് അധികം ലൈക്ക് എന്താണ് പറയുന്നത്, കുറച്ച് കോപ്പർ കേബിളോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നതിൽ ഒരു ചെലവില്ലായിരുന്നു. പിന്നീട് ഇന്റർനെറ്റ് വന്നപ്പോഴത്തേനും ഒരുപാട് കണക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി, ഒരുപാട് ലൈക്ക് കണക്ഷൻസ് ഡിമാൻഡ് വന്നു തുടങ്ങി. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും ഈ സർക്യൂട്ട് സ്വിച്ചിങ്ങിന്റെ തിങ് അതിനെല്ലാം ഒരു ഡെഡിക്കേറ്റഡ് പാത്താണ്. ഇപ്പം ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ എന്റെ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ലോകത്തിലുള്ള എല്ലായിടത്തോട്ടും ഒരു ഡെഡിക്കേറ്റഡ് പാത്ത്, ഒരു ഡെഡിക്കേറ്റഡ് കോപ്പർ കേബിൾ ഞാൻ എപ്പോഴും ഇടും. ഓക്കെ, അതായത് അതിലൂടെ എന്റെ ട്രാഫിക്ക് മാത്രമേ കടന്നു പോകത്തുള്ളൂ. അപ്പൊ അതിന്റെ ഗുണം എന്താണ്, എന്റെ ട്രാഫിക്കേ കടന്നു പോകത്തുള്ളൂ. അധികം ബാൻഡ് വിത്ത് സിമിലർ, അതായത് ഇപ്പം 10 GB/s എനിക്ക് അത് കടത്തി വിടുവാണെങ്കിൽ അത് തന്നെ കിട്ടും, കാരണം എന്റെ തന്നെ കേബിൾ ആണല്ലോ. അപ്പം അതാണ് സർക്യൂട്ട് സ്വിച്ചിങ്ങിന് വരിക. അപ്പൊ അതിന് ഇനിഷ്യൽ ഡിലേ ഉണ്ട്, കാരണം ഞാൻ ചെന്ന് ഇപ്പൊ വേറെ സെർവറിലോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എന്റെ വേറൊരു വയർ അതിലേക്ക് കൊണ്ട് കണക്ട് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് സർക്യൂട്ട്. ഐ കൻ ഗ്യാരണ്ടി ദാറ്റ് എന്റെ ട്രാഫിക് അതുവഴി പോകുന്നത്. പിന്നെ വേറൊരു തോട്ട് വന്നു, ഇത്തിരി ഇന്റർനെറ്റ് കാര്യം വന്നപ്പോഴത്തേനും പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞ ഒരു ഐഡിയയിലേക്ക് വന്നു. പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞ ഐഡിയ. അപ്പൊ പാക്കറ്റ് സ്വിച്ചിങ്ങിന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറെ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ വയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതെല്ലാം നമ്മൾ ഷെയർഡ് ആയിരിക്കും. അതായത് ഫോർ എവരിവൺ നമ്മൾ ഷെയർഡ് ആയിരിക്കും. ഇപ്പം റോഡിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഒരു റോഡിൽ 5 ലൈൻ ഉണ്ടെങ്കിൽ അതിൽ ഒരു ലൈൻ എക്സ്ട്രാ വന്ന് ആ ലൈൻ ഒരാൾക്ക് വേണ്ടി മാത്രമുള്ള ലൈൻ ആണെങ്കിൽ, അതിലൂടെ വേറെ ആരും പോകുന്നില്ലെങ്കിൽ അതിന് സർക്യൂട്ട് സ്വിച്ചിങ് എന്ന് പറയും. ബട്ട് അപ്പം അദ്ദേഹം പോകാത്ത സമയത്ത്, അദ്ദേഹം ആ റോഡിൽ കൂടെ ഉപയോഗിക്കുന്നില്ല, ആ ലൈൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ലൈൻ അവിടെ വെറുതെ വേസ്റ്റ് ആയി പോവാണ്. ഈവൻ ദോ ബാക്കിയുള്ള ലൈൻസിൽ എന്തെങ്കിലും കൺജംഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ അത് ഉപയോഗിക്കാൻ പറ്റുന്നത്. പാക്കറ്റ് സ്വിച്ചിങ്ങിൽ അങ്ങനെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ആൾക്കാർക്ക് അത് ഉപയോഗിക്കാം. അദ്ദേഹം ഉപയോഗിക്കുന്നില്ല, അതായത് അതിന് മെയിൻ ഓർഡർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ ഒരു ലൈനിൽ കൂടെ ബാക്കിയുള്ള ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും. അപ്പം ഇതാണ് ഇന്റർനെറ്റ് അറ്റ് ചൂസ് ചെയ്തത്, കാരണം ഇതാണ് ഇച്ചിരി സസ്റ്റൈനബിൾ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ സർക്യൂട്ട് സ്വിച്ചിങ്ങിനെ നമ്മൾ വെട്ടിക്കളഞ്ഞു, പാക്കറ്റ് സ്വിച്ചിങ്ങിലേക്ക് വന്നു. പാക്കറ്റ് സ്വിച്ചിങ്ങിൽ 2 തരം ട്രാൻസ്മിഷൻസ് ഉണ്ട്. പാക്കറ്റ് സ്വിച്ചിങ്ങിൽ 2 തരം ട്രാൻസ്മിഷൻസ് ഉണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് വിർച്വൽ സർക്യൂട്ട്സും, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഡാറ്റഗ്രാം. സർക്യൂട്ട്സ് ആൻഡ് ഡാറ്റഗ്രാം. ഓക്കെ, അപ്പം വിർച്വൽ സർക്യൂട്ട്സ് നത്തിങ് ബട്ട് ഷെയർഡ് ആണ്. ആൻഡ് ദ തിങ് ഈസ്, ഇമാജിൻ ഞാൻ എന്റെ ഡിവൈസ് ആണ്, അതിന്റെ നിരക്ക് കുറച്ച് റൗട്ടേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ കുറച്ച് പാത്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുറച്ച് പാത്ത് ഉണ്ട് ആൻഡ് ഒരു ഡെസ്റ്റിനേഷനും ഉണ്ട്. ഡെസ്റ്റിനേഷൻ ഉണ്ട് ആൻഡ് ഇതുവഴിയൊക്കെ പല ഉണ്ട്. ഐ മീൻ പാത്ത് മീൻസ് കണക്ഷൻസും കാര്യമുണ്ട്. ഇത് വേണം ഇങ്ങനെ കണക്ട് ആവും, ലൈക്ക് ഇത് വേണം ഇങ്ങനെ കണക്ട് ആവും, ഇത് ഇങ്ങനെ കണക്ട് ആക്കാം, ഇതിങ്ങനെ കണക്ടാക്കി, ഇത് ഇങ്ങനെ കണക്ടാക്കി. റൈറ്റ്, കൂൾ. അപ്പൊ ഞാൻ വിർച്വൽ സർക്യൂട്ട്സ് ഉപയോഗിക്കുന്നതെങ്കിൽ, വിർച്വൽ സർക്യൂട്ട് ആ ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ, എന്റെ ഡിവൈസ് ലെറ്റ്സ് സേ എനിക്ക് ഡെസ്റ്റിനേഷൻ ഡിയിൽ എത്തണം. ഓക്കെ, ഞാൻ ആദ്യം തന്നെ എന്താ ഞാൻ ഉറപ്പാക്കി വരുത്തുന്നത് പറഞ്ഞാൽ, ആദ്യം തന്നെ ഞാൻ ഉറപ്പാക്കി വരുത്തുന്നത് പറഞ്ഞാൽ, ഞാൻ ഒരു പാത്ത് പ്രീഡിഫൈൻ ചെയ്ത് വെക്കും ഈ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ. ഓക്കെ, ഒരു പാത്ത് ഞാൻ എടുക്കും. അപ്പം എനിക്കൊരു പാക്കറ്റ് ഉണ്ട്, ഒരു നെറ്റ്വർക്ക് ഇതുണ്ട്, ഹലോ മെസ്സേജ് ആണ് ഈ ഡിവൈസിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഹലോ വേൾഡ്.
ഹലോ എത്തിക്കുമ്പോഴത്തേനുള്ള ലൈക്ക് ദ തിങ് ഈസ് ആദ്യം തന്നെ ഡിഫൈൻ ചെയ്ത് വെക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ എന്താണ്, ലൈക്ക് നമ്മൾ അവിടെ എത്തും എന്നുള്ളൊരു ഉറപ്പൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾക്ക് തോന്നുക അല്ലെ. സർക്യൂട്ട് പ്രീഡിഫൈൻ ഡേറ്റാഗ്രാം ഇൻ ദ സെൻസ്, ഡേറ്റാഗ്രാം വരുമ്പോഴത്തേനുള്ള ഇതെന്ന് പറഞ്ഞാൽ എന്റെ പാക്കറ്റ്സിനെ ഞാൻ പലതായിട്ട് മുറിക്കും. അതായത് ഹലോ വേൾഡ് എന്നാണെങ്കിൽ എച്ചിനെ മുറിക്കും, ഇനെ മുറിക്കും, ലൈക്ക് പലതിനെ മുറിച്ചിട്ട് ഈ നെറ്റ്വർക്കിലെ പല പാർട്ടിലൂടെ ഞാൻ കടത്തിവിടും. റൈറ്റ്. അപ്പം അറ്റ് ദ എൻഡ് ഞാൻ ഡേറ്റ ചൂസ് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ വിർച്വൽ സർക്യൂട്ട്സ് ഉപയോഗിക്കുന്നത് വെച്ചോ. വിർച്വൽ സർക്യൂട്ട്സിൽ കൂടെ ഞാൻ ഒരു പാക്കറ്റ് എടുത്തിട്ട് ഹലോ വേൾഡ് എന്ന് പറഞ്ഞു. അപ്പം എച്ച് പോയി, ഓക്കെ, എച്ച് ഞാൻ എ ബി സി എഫ് എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷനിലെത്തി. ഇ പോയി, എ ബി സി എഫ് എന്ന് പറഞ്ഞ ഇ പോയി. എല്ലാം ഇങ്ങനെ പാക്കറ്റ് ഇങ്ങനെ ട്രാൻസ്മിഷൻ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഇടി വെട്ടി സി എന്ന് പറഞ്ഞ റൗണ്ട് അങ്ങ് കത്തിപ്പോയി, അല്ലെങ്കിൽ സെർവർ അങ്ങ് കത്തിപ്പോയി. എങ്ങനെ ട്രാൻസ്ഫർ ആവും മൊത്തം? അവിടെ തന്നെ ആ കമ്മ്യൂണിക്കേഷൻ അങ്ങ് നിന്നു. റൈറ്റ്. പിന്നെ ഇത് ബാക്കിലോട്ട് തിരിച്ചു വന്ന് വീണ്ടും പുതിയൊരു പാത്ത് എസ്റ്റാബ്ലിഷ് ഒക്കെ ആക്കി വരേണ്ടി വന്നു. റൈറ്റ്. അപ്പം അവിടെയാണ് ഈ ഒരു വിർച്വൽ സർക്യൂട്ട്സിന്റെ പ്രശ്നം വന്നു. ഡേറ്റാഗ്രാമിന്റെ സെൻസ് വരുമ്പോഴത്തേനും പലതും പല വഴിക്കാ പോകുന്നത്. എച്ച് എ ബി സി എഫ് എന്ന് പറഞ്ഞ കയറി വന്നു, ഇ എന്ന് പറഞ്ഞ എ ബി സി അല്ലെ എച്ച് എന്ന് പറഞ്ഞ കയറി വന്നു. പലതും പല വഴി കൂടെയാണ് പോകുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയ ഡിലേ എയിലേക്ക് എ വന്നിട്ട് അടുത്ത റൗട്ടിൽ ഏതാ പോകേണ്ടതെന്ന് ഇവിടെ വെച്ച് തീരുമാനിക്കണം. സി എന്ന് പറഞ്ഞ മറ്റേ ഇടി കത്തിപ്പോയെങ്കിൽ ഉടനെ ബി തീരുമാനിക്കും എച്ചിൽ കൂടെ പോവാം. മനസ്സിലായി? അങ്ങനെ അതിന്റെ പാക്കറ്റ്സിനെ എല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് സെൻഡ് ചെയ്തപ്പോഴാണ് ഡേറ്റാഗ്രാം എന്ന് പറയുന്ന ഐറ്റം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പം ഇൻ സെൻസ് പാക്കറ്റ് സ്വിച്ച്, അപ്പൊ ഇതാണ് ഒരു ട്രാൻസ്മിഷൻ മോഡ് എന്ന് പറയാം. അപ്പം ഇതില് പാക്കറ്റ് സ്വിച്ചിങ്ങിന്റെ ഒരു കാര്യം, അതിന്റെ എന്തൊരു ടോപ്പ് ഈ ഒരു ഹൈറാർക്കിയിൽ വരുമ്പോഴത്തേനും ഇവിടെ ആണ് ഞാൻ ബഫറിങ്ങിനെ പറ്റി. അതായത് നിങ്ങൾ സെൻഡ് ചെയ്യുന്ന പാക്കറ്റ്സ് അപ്പം ഈ ലിങ്കിൽ കൂടെ കടന്നു പോകുമല്ല. ഓക്കെ, നമുക്ക് വിർച്വൽ സർക്യൂട്ട്സ് കട്ട് ചെയ്ത് തരാം, കാരണം ഇത് ഇനി ഇതല്ല. അപ്പം ഇതിലൂടെ കടന്നു പോകല്ല ചെയ്യാം. റൈറ്റ്. അപ്പം ഞാൻ ഒരു പാക്കറ്റ് ഇട്ടു എച്ച് ഇ എൽ എൽ ഒ എന്ന് പറയുന്നത് വരുമ്പോഴത്തേന് എച്ച് ഇങ്ങോട്ട് വന്നു. എച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേനെ ആയിരിക്കും വേറെ ഏതൊരു ഡിഫൻസിന്റെ സാധനം എയിലൂടെ കടന്നു നോക്കൊണ്ടിരിക്കുക. അപ്പൊ എച്ചിനെ എന്നെ ചെയ്തു, ഈ റൗട്ടിന്റെ ഒരു ബഫർ ഉണ്ട്. റൈറ്റ്. ബഫറിലേക്ക് അല്ലെ റാമിലേക്ക് സേവ് ചെയ്തു. ഇപ്പൊ കുറയുന്നു, അല്ലെ പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് അവരൊക്കെ ചാടി കയറി വരുന്നു. ആ സമയത്ത് എച്ചിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇമാജിൻ ഈ ഒരു റൗട്ടർ ട്രാഫിക്, ഇങ്ങനെ ട്രാഫിക് വരുമ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഒരു വൈഫൈ തന്നെ 100 വൈഫൈ കഴിയുമ്പോഴത്തേനും സ്പീഡ് കുറയുക എന്നൊക്കെ പറയുകയല്ലേ, അത് ഇവിടെയാണ് സംഭവിക്കുന്നത്. ഇതാണ് ബഫറിംഗ്. അപ്പം ഈ ഒരു ബഫറിലേക്ക് നിങ്ങൾ പാക്കറ്റ്സിനെ എല്ലാം സേവ് ചെയ്ത് വെക്കുമ്പോഴത്തേനുമാണ് ലേറ്റൻസി അല്ലെ ബഫറിംഗ് ഉണ്ടാകുക. അല്ലെ നമ്മൾ എയർടെലിന്റെ ആഡിൽ കണ്ട പോലെ ബഫറിംഗ് ആണെന്നൊക്കെ പറയുന്നത് ഈ ഒരു മൊമെന്റിലാണ്. കാര്യം പറഞ്ഞ പിടികിട്ടിയാണ്. ഇതാണ് ആ ഇനിഷ്യൽ നെറ്റ്വർക്കിങ്ങിന്റെ ഹിസ്റ്ററി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതിന്റെ പ്രോമിസ്, ഞാനൊരു കാര്യം പ്രോമിസ് ചെയ്യാൻ അതിന്റെ ടൂൾ കാണിക്കാന്നല്ലേ. ഇതാണ് കേട്ടോ അതിന്റെ ടൂൾ. ഇതിന്റെ പേര് ഒബ്സിഡിയൻ എന്നാണ് പറയുക. ഒബ്സിഡിയൻ, നിങ്ങൾ ഓപ്പൺ സോഴ്സ് ആൾക്കാർക്ക് അറിയാമായിരിക്കും ഒബ്സിഡിയൻ എന്ന് പറയുന്ന ഒരു സാധനം. ഇതാണ് എന്റെ നോട്ട് ചെക്കിംഗ് ആപ്പ് എന്ന് പറയാം. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ആണെന്ന് പറഞ്ഞാൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ബുക്കാണ്, ഹൗ ടു ടേക്ക് എഫക്റ്റീവ് നോട്ട്സ്. അങ്ങനെ പറയുന്ന ഒരു നോട്ടാണ്, ഒരു ലൈക്ക് സംഗതിയാണെന്ന് തോന്നുന്നു. റൈറ്റ്. അതിന്റെ ഒരു ഉള്ളിൽ ആണ് സെറ്റിൽ കാസ്റ്റ് എന്ന് പറയാം, ഒരു ജർമ്മൻ വാക്കാണ്. സെറ്റിൽ കാസ്റ്റ് മീൻസ് സെക്കൻഡ് ബ്രെയിൻ, നമ്മുടെ രണ്ടാമത്തെ തലച്ചോറ്. നമ്മുടെ ഇൻഫർമേഷൻ നമ്മുടെ മുന്നിൽ കൂടെ കടന്നു പോകുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ഇപ്പൊ പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ നോട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇതെല്ലാം മാപ്പ് ചെയ്യാനും ഒക്കെ ഉള്ള പാട് വരും അല്ലെ. അപ്പൊ ഇതിനകത്ത് എല്ലാ സൈബർ സെക്യൂരിറ്റി പഠിക്കുന്നൊക്കെ ആൾക്കാർക്ക് അതിലേക്ക് ബുദ്ധിമുട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. എനിക്ക് ഒരെണ്ണം അനുഭവപ്പെട്ടായിരുന്നു. അപ്പൊ ഈ ഒരു ബുക്കിലൂടെ ഇൻട്രൊഡ്യൂസ് ആയതാണ് ഈ ഒരു സെറ്റിൽ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ലൈക്ക് കോൺസെപ്റ്റ്. അപ്പൊ ഈ സെറ്റിൽ കാസ്റ്റിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു ടൂൾ ആണ് ഈ ഒബ്സിഡിയൻ എന്ന് പറയുന്നത്, ഒബ്സിഡിയൻ നോട്ട് ടേക്കിംഗ്. ഞാൻ ജസ്റ്റ് ML കടന്നു പോവാതെ ML കിടക്കാം. റൈറ്റ്. ML എന്ന് പറയുന്ന ഞാൻ എന്റെ നോട്ട് എടുത്തു. അതിനകത്ത് കുറച്ച് നോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ML ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് മാത്തമാറ്റിക്സ് ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ്. ഒരുപാട് നോട്ട്സും കാര്യങ്ങളും ഒക്കെ എടുക്കുന്ന സമയങ്ങളുണ്ടാവും. അപ്പൊ നിങ്ങൾ നോട്ട്ബുക്കിൽ എന്താണ്, നോട്ട്ബുക്കിൽ ഓരോ പേപ്പർ എടുത്തു, പേപ്പറിനകത്ത് ഏതെവിടെ ഈ ഒരു ഒബ്സിഡിയൻ സൂത്രം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒന്നാണ് ഗ്രാഫ് വ്യൂ എന്ന് പറഞ്ഞാൽ.
ഇവിടെ ഞെക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു സാധനം കണ്ടോ? ഇത് നിങ്ങൾക്ക് എന്തെങ്കിലുമായിട്ട് ലൈക്ക് മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എപ്പോഴേലും ഏതെങ്കിലും അനാറ്റമി ക്ലാസ്സിലോ വല്ലതും ലൈക്ക് അതായത് ഇതുണ്ടോ? ഈ ഒരു ഇതെല്ലാം നോക്കുമ്പോഴത്തേനും ഏതെങ്കിലും ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ടോ ഇതുമായിട്ട്? മനസ്സിലായോ? അപ്പം ആ ഒരു ഐഡിയയാണ് ഇവിടെ ഒബ്സിഡിയനിൽ വരുന്നത്. അപ്പൊ ഇത് നമ്മൾ പഠിക്കും തോറും ഓരോ എന്ന് പറഞ്ഞ ഇതുണ്ടെങ്കിൽ അതിലാണ് എന്റെ ഒരു പ്രൊജക്ട്, അല്ലെങ്കിൽ മൾട്ടി മോഡൽ മെസ്സേജ് എന്താണ്, അല്ലെ MCP ആർക്കിടെക്ചർ എന്താണ്, അതിന്റെ കുറെ കാര്യങ്ങൾ ലൈക്ക് ലേയേഴ്സ്, പ്രിമിറ്റീവ്സ്, ഇതെല്ലാം കാണിക്കാൻ സാധിക്കണം. ഇത് ഞാൻ ഓരോ കോൺസെപ്റ്റ് പഠിച്ച് വരുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വലുതായി അവസാനം ഈ ഒരു ബ്രെയിൻ ന്യൂറോൺ പോലെ തന്നെ ഈ നോട്ട് ഇങ്ങനെ ആവും. റൈറ്റ്. അപ്പൊ എഫക്റ്റീവായിട്ട് നിങ്ങൾ സപ്പോസ് എ ഒരു വലിയ ഫീൽഡാണ്, സൈബർ സെക്യൂരിറ്റി അതിലും വലിയൊരു ഫീൽഡാണ്. റൈറ്റ്. അങ്ങനെയൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് നോട്ട് എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഒരു ലൈക്ക് ഒബ്സിഡിയൻ എന്ന് പറയുന്ന ഒരു കാര്യം. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഈ ഒരു ഒബ്സിഡിയനിൽ എങ്ങനെ എഫക്റ്റീവായി നോട്ട് എടുക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ലൈക്ക് സെർച്ച് ചെയ്യുക, എന്നിട്ട് ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക കേട്ടോ. ഇതാണ് ഞാനൊക്കെ ഉപയോഗിക്കുന്ന ടൂൾ. ഇപ്പം സാധിച്ചു വരുന്നെങ്കിൽ നമ്മുടെ ഈ പുറംരാജ്യത്തൊക്കെ ഒരുപാട് ആൾക്കാര് ലാപ്ടോപ്പിൽ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവർക്ക് നോട്ടൊക്കെ ടേക്ക് ചെയ്യാം. നമ്മുടെ കോളേജിലോ അങ്ങനെ ഒരു കൾച്ചർ വന്നിട്ടില്ല. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം ഇപ്പം ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ, ക്ലാസ് ടൈം യൂസ് ചെയ്യാൻ ഐ മീൻ ലെക്ചറിന്റെ സമയത്ത് എടുക്കുവാണെങ്കിൽ ലൈക്ക് നമ്മൾ വല്ല ഗെയിമോ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമെന്ന് അവിടുത്തെ ഫാക്കൽറ്റീസിനൊക്കെ ഒരു ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ടായിരിക്കാം അവരങ്ങനെ സമ്മതിക്കാത്ത. ബട്ട് ഐ ഫീൽ ലൈക്ക് ഇതൊരു ടേക്കിംഗ് ആൾട്ടർനേറ്റീവ് ആണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആ ഒരു ടൂൾ കണ്ടിട്ട്? What you guys think? Right. Okay, cool. അപ്പൊ നിങ്ങൾ അപ്പം അതാണ് എന്റെ ഒരു ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത്. ഞാൻ മോസ്റ്റ്ലി ഇപ്പം ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ പോലും അപ്പം അഥവാ എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും പറയാനായിട്ട് മറന്നു പോവുകയാണെങ്കിൽ ഞാൻ ഉടനെ ഓപ്ഷൻ എടുക്കും. അതിൽ ഗ്രാഫ് വ്യൂ എടുത്ത് പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ടൂളാണ് ഉപയോഗിക്കുന്നത്. വേറെ ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ലൈക്ക് ഡിസ്പോസ് ചെയ്യാം, നെക്സ്റ്റ് സെഷനിലേക്ക് കിടക്കാം. ആൻഡ് ടാസ്കുകളെല്ലാം തന്നെ ഇപ്പോൾ ചെയ്യുന്നതായിരിക്കും. പോസിബിളി നെക്സ്റ്റ് സെഷനിൽ വെബ്സ്യൂട്ടിന് മുമ്പായിട്ട് ഞാൻ ഇന്ന് വയർഷാർക്ക് നിങ്ങൾക്ക് കാണിക്കാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. ഞാൻ അതിന് തന്നെ എനിക്ക് ഇച്ചിരി നെറ്റ്വർക്കിംഗ് എടുക്കാനാണ് താല്പര്യം. കാരണം നിങ്ങൾ നെറ്റ്വർക്കിംഗ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വയർഷാർക്ക് നിങ്ങൾ തന്നെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കത്തും ലൈക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇവിടെ എന്താണ് സംഭവിക്കുക എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തോ എനിക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഞാനത് ഫൈൻഡ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ചെയ്യാൻ തരാം. അത് നെക്സ്റ്റ് സെഷൻ ഞാൻ കഴിവതും ഇത് റെഡിയാക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ, അതിൽ ഞാൻ പ്രോമിസ് തന്നല്ലേ ഞാൻ. ഓക്കെ ഗൈസ്, താങ്ക് യു. റൈറ്റ്. അപ്പൊ നെക്സ്റ്റ് സെഷൻ ഞാൻ റെഡിയാക്കാം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്ത് കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു പാഷനേറ്റ് ആയിട്ട് വരുമ്പോഴത്തേനും നിങ്ങൾ ഉറപ്പായിട്ടും ഇതിന്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് നടക്കുന്നത്, ഇതിന്റെ ബിഹൈൻഡിൽ എന്താണെന്നുള്ള ഒരു ചോദ്യം ചോദിക്കുക. പിന്നെ ആ ഒരു ചോദ്യം ചോദിക്കുമ്പോഴത്തേനും അതിനെ ആൻസർ ചെയ്യാനായിട്ടുള്ള ടൂൾസ് ആണ് നമ്മൾ വയർഷാർക്കും പിന്നെ എൻമാപ്പും കാര്യങ്ങളും ഒക്കെ തന്നെ കേട്ടോ. നിങ്ങൾ അതിലേക്ക് കടന്നു നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഇതെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഗൈസ്. യെസ്, താങ്ക് യു. താങ്ക് യു വിശാൽ. താങ്ക് യു ഗൈസ്. യെസ്, താങ്ക് യു ആസിഫ്. താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങൾ ഒന്ന് ലെഫ്റ്റ് ലീവ് ചെയ്തോളൂ. താങ്ക് യു സൂര്യ. താങ്ക് യു ഷിയ. യെസ്, താങ്ക് യു ഗൗതം. വിൽ സി യു. Right, thank you Rose. Salvin, God bless you. Thank you so much. Anne-Marie Tom, thank you so much. Right, Arabi. Okay guys, next session. Good night guys. God bless you guys. Bye.